നന്ന് പോറ്റുന്നു. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കുതന്നല്ലോ. കൂടെയുണ്ടെന്നുള്ള വാക്കുതന്നല്ലോ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ഹല്ലേലൂയ. മൈഖ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും അതിന് മുൻപായിട്ട് 129-5 വീണ്ടും വായിക്കാം. നീയോ എതിർഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ നിനക്ക് വരും. പൂർവാധിപത്യം യെരൂശലേം പുത്രിയുടെ രാജ്യത്തു തന്നെ നിനക്ക് വരും. சியோனை பகைக்கிற அனைவரும் வெட்கி பின்னிட்டு திரும்ப கடவர்கள். மந்தையின் துருகமே, சியோன் குமாரத்தின் அரணே, முந்தின ஆளுகை உன்னத்தில் வரும். രാജരീകം യെരൂശലേം കുമാരനിടത്തിൽ വരും. 129-5 നമ്മൾ വായിച്ചപ്പോൾ സിയോനെ പകയ്ക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെന്നാണ്. അതുപോലെ തന്നെ മീഖ 4-11 വായിച്ചപ്പോൾ യെരൂശലേം പുത്രിയെ അവർ വായിക്കുമ്പോൾ വീണ്ടും വായിച്ച വാക്യമൊന്ന്. നീയോ എതിർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ. ഏതർ ഗോപുരമേ എന്ന് പറയുന്നുണ്ട്. ഏതർ ഗോപുരമേ. അടുത്തത് സിയോൻ പുത്രിയുടെ ഗിരിയെ നിനക്ക് വരും. സിയോൻ പുത്രിയുടെ വായിക്കാം. സിയോൻ പുത്രിയുടെ ഗിരിയെ നിനക്ക് വരും. പൂർവാധിപത്യം പൂർവാധിക്യം വരും. പൂർവാധിപത്യം യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. പൂർവാധിക്യം യെരൂശലേം പുത്രിയുടെ രാജ്യത്വം നിനക്ക് വരുമെന്നാണ്. ഏതോർ ഗോപുരം എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോൾ ഏതോർ ഗോപുരം ഒരു ഗോപുരം. ഏതോർ എന്ന് പറഞ്ഞാൽ ഫ്ലോക്ക്, ആട്ടിൻകൂട്ടം. വലിയ ആട്ടിൻകൂട്ടങ്ങളുടെ വീക്ഷണത്തിന് വേണ്ടി വലിയ ഫാമൊക്കെ നടത്തുന്ന മനുഷ്യർ അതിനെ ഗവനിക്കാൻ വലിയ ഗോപുരം ഉണ്ടാകും. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്വവും പിന്നെ കാര്യക്ഷമതയുള്ള ആളുകൾ വേണം ആ ഗോപുരങ്ങളിൽ വസിക്കാനായിട്ട്. അവർക്ക് നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ മേഞ്ഞുടക്കുന്നതായ ആട്ടിൻപറ്റത്തെക്കുറിച്ചുള്ളൊരു ഗൗനം അവർക്കുണ്ട്. അതാണ് ഏതർ ഗോപുരം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും കർത്താവ് ഒന്നാമതായി തൻ്റെ ശുശ്രൂഷകരെ ശക്തിപ്പെടുത്തുമെന്നാണ്. പൂർവാധിക്യം, അതായത് മുൻകാലങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് തന്നെ ഈ കാലങ്ങളിൽ വീണ്ടും അവരെ ശക്തീകരിക്കും. അതുപോലെ തന്നെ യെരൂശലേം പുത്രി, അടുത്ത വാക്യം വായിച്ച്. പൂർവാധിക്യം രാജ്യത്വം തന്നെ നിനക്ക് വരും. യെരൂശലേമിന് ഒരു രാജ്യത്വമുണ്ട്. കാരണം നാം രാജരീക പുരോഹിത വർഗങ്ങളാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിന് 2 വാക്കുണ്ട്. ഒന്ന് നീതിയും രാജാവെന്നും ശാലേം രാജാവെന്നും 2 അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് പൗരോഹിത്യവും ഒന്ന് രാജരീകവും. അപ്പോൾ ഇത് രണ്ടും വീണ്ടും നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥകൾ ഒരുപക്ഷെ നാം നോക്കുമ്പോൾ പലരും വലിയ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു ദൈവികമായ മഹത്വത്തിൽ തേജസ്സിൽ കാണപ്പെടാത്ത പല ന്യൂനവശങ്ങളുള്ളവരായി നമുക്ക് കാണപ്പെടാം. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എങ്ങനെയാണ്? കാരണം ഈ മാർഗം നമ്മളല്ലല്ലോ സ്ഥാപിച്ചത്. ഇത് ദൈവം തൻ്റെ അനാദി നിർണയം, ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നൊരുക്കപ്പെട്ടൊരു പദ്ധതിയാണ്. ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. അപ്പോൾ ആ പദ്ധതിയിൽ നിറവേറ്റിയെടുക്കേണ്ടത് നമ്മളെക്കാൾ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഒരർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഉത്തരവാദിത്തക്കാൾ കൂടുതലും ദൈവത്തിനുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നാം തന്നെയല്ല, ഒരുപക്ഷെ നമ്മൾ ചില കാലഘട്ടങ്ങളിൽ ചില പിന്മാറ്റവും ചില അധൈര്യങ്ങളും പുറകോട്ട് പോക്കൊക്കെ നമുക്കുണ്ടാകാം. പക്ഷെ അവിടെ നിന്ന് എങ്ങനെ ദൈവം നമ്മൾ ഉദ്ധരിക്കുന്നു എന്നുള്ളതാണിപ്പോൾ. ഒന്ന്, നമ്മുടെ കുറവശം എന്താണ്? രണ്ടാമത്, ഈ കുറവശങ്ങൾ നമ്മളെ വിടുവിച്ചെടുക്കുന്ന ദൈവം എങ്ങനെയാണ് നമ്മളെ വീണ്ടും മഹത്വീകരിക്കുന്നത്? അതാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം
62-ന്റെ 1-2. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. നോക്കണം, അതിൻ്റെ നീതി എന്താ? നീതി വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ. വിശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം യെരുശലേം സിയോനുമാകുന്ന മണവാട്ടിക്ക് ധരിപ്പാൻ ദൈവം കൃപ കൊടുത്തുന്നതാണ്. ഒരുപാട് ദിവസം 10 നമ്മൾ കാണുന്നല്ലോ. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ തൻ്റെ കാന്തയും. അങ്ങനെ ഒരുക്കപ്പെടുന്ന മണവാട്ടിക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ദൈവത്തിൻ്റെ നീതിയെ ധരിച്ചവരാണ്. നീതി സൂര്യൻ ലോകോപശാന്തിയുടെ കൃപയുടെ കാലത്തിൽ ഉദിച്ചതിനാൽ ആ നീതിയൻ സൂര്യൻ്റെ നീതി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. 2 കൊരിന്ത്യർ 5-ാം 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാവമറിയാത്തവനെ നമുക്കായി പാവമാക്കി മാറ്റിയെന്നാണ്. എന്തോ ഒരു ത്യാഗത്തിൻ്റെ പ്രവൃത്തി നോക്കണം. വായിച്ച്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. പാപമറിയാത്ത യേശുവിനെ നാം അവനിൽ, വായിക്കാം, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി. ഇത് ചെറിയ വിലയല്ല, ഇതിൻ്റെ കോസ്റ്റ് വലുതാണ്. എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം മനുഷ്യവേഷം എടുത്ത് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ യാഗമായി തീർന്നു. കാൽവരി ക്രൂസിൽ യാഗമായി തീർന്നു. ഒരുപക്ഷെ ഇത് നിഷേധിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അന്ത്യക്രിസ്തുവിൻ്റെ രാജ്യം, എതിർ ക്രിസ്തുവിൻ്റെ രാജ്യം വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇതൊന്നും നാം ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം തമ്പുരാൻ എഴുതി വെച്ച വചനത്തിലല്ലാതെ ലോകത്തിൽ ഒരു നേതാക്കന്മാർക്ക് ഒരു മൂവ്മെൻറ്റ്, ഒരു അടിച്ചലിക്കാൻ കഴിയില്ലെന്നുള്ളത് ഞാൻ സവാൽ പോടുകയാണ്. ഏതൊരു നേതാവ് ആയിക്കോട്ടെ, റഷ്യയുടെയോ അമേരിക്കയുടെയോ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഏത് മത നേതാക്കന്മാരായിരുന്നാലും ശരി, എൻ്റെയും നിൻ്റെയും ദൈവം ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിന് വള്ളിയോ പുള്ളിയോ മാറ്റം വരാതെ അത് അച്ചട്ടായിട്ട് നിവർത്തിക്കാൻ ഈ എതിർ ക്രിസ്തുവും വേണം, കള്ളപ്രവാചകനും വേണം, മത നേതാവ് വേണം, രാഷ്ട്രത്തലവൻ വേണം. ഒരുപക്ഷെ അതിനൊക്കെ പങ്കാളികളായിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയും പിന്നെ പ്രധാനമന്ത്രിക്ക് നമുക്ക് ആവശ്യമാണ്. അവരൊക്കെ ദൈവം ഓർഡൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ആരും നിങ്ങൾ പുച്ഛിക്കാനും പരിഹസിക്കാനും പോരുത്. ഒരുപക്ഷെ നെഗറ്റീവായ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകണമല്ലോ. കാരണം വരാൻ പോകുന്ന രാജ്യം ആരുടെയാണ്? എതിർ ക്രിസ്തുവിൻ്റെയാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മെക്സിക്കൻ രാജാവ്, മെക്സിക്കൻ പ്രസിഡൻറ്റോ, അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകസമാധാനം. ലോകത്തിൻ്റെ സമാധാനത്തിനായിട്ട് 3 വ്യക്തികളെ തിരഞ്ഞെടുക്കണമെന്നാണ്. ഒന്ന്, അഖില ലോക മത നേതാവായ കത്തോലിക്ക സഭയിലെ പോപ്പ്. 2, UN-യുടെ ഒരു സെക്രട്ടറിയോ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞാൽ മറന്നുപോയി. 3-മതായിട്ട് നമ്മുടെ മോദിജി, നമ്മുടെ പ്രധാനമന്ത്രി കൊള്ളാം. ശക്തന്മാർ വേണം അതിനകത്ത് വരാനായിട്ട്. അപ്പോൾ ഇവരെ തിരഞ്ഞെടുത്തിട്ട് യുദ്ധമില്ലാത്തൊരു ലോകത്തെ ഉണ്ടാക്കണമെന്നാണിപ്പോൾ. അത് കറക്റ്റ് അജണ്ട നടപ്പാകും. യുദ്ധമില്ലാത്തൊരു ലോകം, ഈ സാമ്പത്തിക ക്രൈസിസും ഈ ക്ഷാമമെല്ലാം നിലനിൽക്കുന്ന ഈ കാലത്തിൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇപ്പോൾ റഷ്യ പോയി യുക്രൈനെ ആക്രമിച്ച് ആർക്കെന്തോ നേട്ടമാണ്. ഇപ്പോൾ ചൈന ചുറ്റിക്കപ്പടി തുടങ്ങിയാണ് തായ്വാനെ ആക്രമിക്കാൻ, പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കാൻ. ഇങ്ങനെ ഓരോന്നും കണ്ണുവെച്ച് എന്തോ നേടാനേ ഇവർക്ക് എത്ര കാലം ആയാസമുണ്ടെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കാൻ പോകുന്നു. അപ്പോൾ എന്തുവാണ് ഇവർ ചെയ്യുന്നത് ഇവർക്കറിയില്ല. യേശു പറഞ്ഞ പോലെ, പിതാവേ, ഇവർ ചെയ്യുന്ന അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വല്ലാത്ത ദുഷ്ടശക്തിയുണ്ട്, ഈ ലോകത്തിലെ ദൈവം. അവനെ ദൈവം ഗതി മാറ്റിവിടുകയാണ്. അങ്ങനെ മാറ്റിവിടുമ്പോൾ ഒരേകലോക രാജ്യം ഭൂമിയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഏകലോക രാജ്യം ഉണ്ടാകുന്നത്? ഇന്നിപ്പോൾ പല മതങ്ങളാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ലോകത്തിലുള്ള ഏറ്റവും വലിയ മതം ക്രിസ്ത്യൻ മതം, മുസ്ലിം, ഇസ്ലാം മതം, ക്രൈസ്തവ മതം. ഇവരെല്ലാം വിശ്വസിക്കുന്നത് ഒരു ദൈവത്തെയാണ്, ഏകദൈവത്തെ. അവരുടെ പിതാവായ അബ്രഹാമിൻ്റെ സന്തതികളായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അബ്രഹാമിൻ്റെ 3 സന്തതികൾ നമ്മൾ കാണുന്നുണ്ട്. ഇസ്മായേൽ, ഇസ്ഹാക്ക്, ഗലാത്യയിൽ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തു, ആത്മീയത്തിൽ ജനിച്ച്. അപ്പോൾ ഈ 3 സന്തതികൾ തമ്മിലാണ് എല്ലാ പോരാട്ടങ്ങളും നടക്കുന്നത്. എന്താ കാരണം? വരും കാലങ്ങളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം ക്യാപിറ്റലായിക്കൊണ്ട് അന്താരാഷ്ട്ര ലെവലിൽ ഒരു ഗവൺമെൻറ് സ്ഥാപിക്കപ്പെടും. അതാര് പിടിക്കണം? ചൈനയ്ക്ക് വേണോ, റഷ്യയ്ക്ക് വേണോ, ഇന്ത്യയ്ക്ക് വേണോ? ഈ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്.
ഇന്ന് അമേരിക്കയും ഇംഗ്ലണ്ടും എല്ലാം തിരുവചനം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ വളരെ സൂത്രത്തിൽ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. അവർക്കറിയാം ഇതിലിറങ്ങി പുറപ്പെട്ട് കാര്യമില്ല. ഈ ഏകലോക ഗവൺമെൻറ് സ്ഥാപിക്കാനും ഇസ്രായേൽ പിടിക്കാനും ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം തമ്പുരാൻ നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് എസെക്കിയേൽ പ്രവചനം 38, 39 വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഒരു ഏകലോക സാമ്രാജ്യം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ കിടക്കുന്ന പടയെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അഗ്നിപഥ് സൈന്യങ്ങളെയും പിന്നെ ഈ ഇവിടുത്തെ സിൽക്ക് ഹൈവേയോ ഏതൊരു ഹൈവേ പറ്റി പറയുന്നുണ്ടല്ലോ, ചൈന ബോർഡർ മുതലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒരു ഗവൺമെൻറ് സ്ഥാപിക്കപ്പെടും. അത് ആര് വേണം ഭരിക്കണം എന്നുള്ളതാണ് ഇവരുടെ യുദ്ധം. പക്ഷേ അവസാനത്തിൽ ഇവർ ഇസ്രായേൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഒന്നാകും, ഇസ്രായേലിനെതിരായിട്ട് മാറും. ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഈ നാളിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളെ ദൈവം എന്തിനു വിളിച്ചു? ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ന്യൂസൊന്നും കണ്ട് നിങ്ങൾ വ്യാകുലപ്പെടാൻ പോകരുത്. അവർക്ക് മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ന്യൂസ് ഇറക്കും, പലതും കള്ളമായിരിക്കും. നേതാക്കന്മാരുടെ മനസ്സിലിരിക്കുന്ന പല കാര്യങ്ങളൊന്നും വെളി വരത്തില്ല. പണ്ടത്തെ പോലല്ല. നേതാക്കന്മാരുടെ മനസ്സിൽ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ. അവൻ വലിയ തന്ത്രജ്ഞനാണ്. അവൻ്റെ തന്ത്രങ്ങളെ നമുക്ക് പിടികിട്ടത്തില്ല. ഇപ്പം തന്നെ സിലോണിൽ പരിസരത്തായിട്ട് ചൈനയുടെ കപ്പൽ വന്നപ്പോൾ ഇന്ത്യ വാൺ ചെയ്ത് കപ്പൽ അവിടെ ഇടാൻ പാടില്ല. ഉടനെ തൽക്കാലത്തേക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം സിലോൺകാർ അനുവദിച്ചു. അപ്പോൾ ഇതുപോലെ ഓരോ ദിവസം കാണുന്ന മീഡിയാസിൽ വാർത്തകളൊന്നും പറഞ്ഞ് നമ്മൾ കഴിയുന്നളവ് പലതും ശ്രദ്ധിക്കാതിരിക്കും നല്ലത്. വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ത് സംഭവിക്കും നമുക്കറിയാം. അതിൻ്റെ രക്തചുരുക്കമായിട്ട് പറഞ്ഞാൽ ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രഹസ്യവരവ്, കർത്താവ് തൻ്റെ സഭയെ ചേർക്കും. ഈ കാലങ്ങളിൽ യുദ്ധം ഉണ്ടാകും, മൂന്നാം ലോകമായ യുദ്ധം. ആ മൂന്നാം ലോകമായ യുദ്ധത്തെ കാലത്ത് സംഭവിക്കുന്നതെല്ലാം നമ്മൾ വേദപുസ്തകത്തിലുണ്ടല്ലോ. അതിനുശേഷം യുദ്ധം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തീരുമെന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ ലോക സമാധാനമായിട്ട് നേതാക്കന്മാർ മുൻപോട്ട് വരും. അങ്ങനെ ഒരു ഏകലോക രാജ്യം സ്ഥാപിക്കപ്പെടും. അത് വെളിപ്പാട് 6:2 വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന സമാധാനകാംക്ഷികൾ. പക്ഷെ പിന്നീട് 7 വർഷം ആ രാജ്യം, പക്ഷേ അപ്പോൾ തന്നെ വീണ്ടും അടുത്ത യുദ്ധം പുറപ്പെടും. പിന്നീട് താമസിക്കാതെ യുദ്ധമുണ്ടാകും. അതിൻ്റെ ഫുൾ നിയന്ത്രണം എതിർ ക്രിസ്തുവായിരിക്കും. ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണെങ്കിലും വളരെ തന്ത്രപരമായിട്ട് അവർക്ക് ആലയമൊക്കെ പണിതു കൊടുത്ത് ഇസ്ലാമിനെയും യഹൂദനെയും ക്രിസ്ത്യാനിയെയും മൂന്നിനെയും ഒരു മതത്തിന് കീഴിൽ കൊണ്ടുവരും. അതല്ല ജ്ഞാനം. ഇത് ദൈവം കൊടുക്കുന്നൊരു ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അങ്ങനെ മുഴുവൻ മതങ്ങളെയും ഏകീകരിച്ച് ഒരു മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവരും. ഈ രാഷ്ട്രീയങ്ങളെല്ലാം തകർന്നില്ലേ? ഇപ്പോൾ കമ്മ്യൂണിസം തകർന്നല്ലോ, അങ്ങനെയല്ലേ കോൺഗ്രസ് തകർന്നു, എല്ലാ ഇസങ്ങളും തകരും. ഇപ്പോൾ പിണറായിസം എന്നും പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നില്ല. പിണറായിസം ക്യാപിറ്റൽ കോർപ്പറേറ്റുകളുടെയാണ്. ഇതൊന്നും പിണറായി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല. അല്ലെങ്കിൽ ഈ 75-ാമത്തെ വയസ്സിൽ പുള്ളിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കും. എന്തെല്ലാം സാഹചര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പാർട്ടി എത്ര പേരെ കൊല്ലുന്നു, പാർട്ടിക്കാരെ കൊല്ലുന്നു. ഇവരൊക്കെ ആക്സിഡൻറ്റിലും മറ്റിലൊക്കെ എപ്പോഴും ചത്തുപോകാം. പക്ഷേ ഇവരൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വേണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് ഇവരെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നേതാക്കന്മാരെ ഒന്നും കുറ്റം പറയാൻ പോകണ്ട. ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു. ആ അറിവില്ലാത്തവരാണ് ഈ ഇങ്ങനെയുള്ള സംസാരങ്ങൾക്കൊക്കെ പോകുന്നത്. പാർട്ടി സ്പിരിറ്റും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരുടെ ആത്മാവും നമുക്ക് വേണ്ട. നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അവരെയൊക്കെ ചതിക്കുന്ന പിശാചിൽ നിന്ന് അവരെ കുറേ പേരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ. ഇതാണ് പെന്തിക്കോസുകാരായ നമ്മുടെ ധർമ്മം. അല്ല നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് കലർന്ന് വേണ്ടാത്തത് ചിന്തിച്ചും പിന്നെ ഗ്രൂപ്പിസം ഉണ്ടാക്കിയും പാർട്ടിയുടെ സ്പിരിറ്റ് ഉണ്ടാക്കിയും വെറുതെ ജീവിതം കളയരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഏകാഗ്രത പോകും. നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ സാധിക്കാതെ വരും, ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരും. അങ്ങനെ ഏത് കാര്യങ്ങളും. അതുകൊണ്ട് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ കാലത്തിൽ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ വെളിയിലുള്ളവരുടെ കാര്യമല്ലേ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകും. ഇതൊക്കെ ശരിയാണോ? ഇതാര് കണ്ടു? ഇല്ലേ, ഇതാര് കണ്ടു? ഇവിടെ കാണുന്നതല്ലേ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഓരോരുത്തർ കണ്ടിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോകുന്ന ഒരാൾ അമേരിക്ക കണ്ടിട്ടാണ് പോകുന്നത്. പ്ലെയിനിൽ കയറുന്നവൻ വിശ്വാസത്തെ കയറണ്ടേ? വായുവിൽ കൂടെ പോകുന്ന പ്ലെയിൻ എങ്ങനെ അക്കരെ ചെല്ലുമെന്ന് ആര് കണ്ടു? ഞാനും 4-5 പ്രാവശ്യമൊക്കെ പ്ലെയിനിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ആരംഭത്തിൽ കയറിയപ്പോൾ
ഒരു പേടിയുണ്ടായിരുന്നു. ആരംഭം കയറുന്ന സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഇത് വായുവിലല്ലേ, ചില ഇത് തടസ്സങ്ങൾ വരുമ്പോൾ ഇവർ ഇങ്ങനെ വെട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കുരുക്കമൊക്കെ ഉണ്ടാകും. പിന്നെ മനസ്സിലായി, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അനുവദിക്കാമല്ലോ, ചാവുമോ, ആസ്വദിച്ച് പോകണ്ടേ. അങ്ങനെ പ്ലെയിൻ്റെ വിൻഡോയുടെ സൈഡിൽ ഇരുന്നുകൊണ്ട് കാഴ്ചയെ കണ്ട് ഇങ്ങനെ പിന്നെ പോകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ചാൽ നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി കൃത്യമായിട്ട് ദൈവം നിവർത്തിക്കും. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംശയങ്ങൾ, ഭയങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുമ്പോൾ, അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ നാം ദൈവത്തിന് തന്നെ ശത്രുക്കളായിട്ട് മാറും കേട്ടോ. സങ്കീർത്തനം 24-ാം അധ്യായത്തിൻ്റെ വായിച്ചേ 24 നമ്മൾ വായിക്കുമ്പോൾ അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നതാണ്. വെളിച്ചത്തോട് മത്സരിക്കുന്ന ഒരു ആത്മാവ് നമുക്കുണ്ടാകും. അങ്ങനെ വാക്കിൽ 24-ന്റെ 16 വായിച്ചേ. അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. 24-13 സങ്കീർത്തനം 24-ാം അധ്യായം 13 അല്ലേ? 24 അപ്പം വേറെ പുസ്തകമാണ്. ഇരമ്യാവ് നോക്കിയേ. അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അവർ വെളിച്ചത്തോട് മത്സരിക്കുന്നതാണ്. അപ്പോൾ ഈ നാളുകളിൽ അന്ധകാര ശക്തികൾ വെളിച്ചത്തോട് മത്സരിക്കുന്ന ഒരു അനുഭവമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലും ഇരുട്ട് കയറിയാൽ, എങ്ങനെ ഇരുട്ട് കയറുന്നേ? വിശ്വാസികളും വേലക്കാരും നമ്മൾ ഈ വെള്ള ഡ്രസ്സൊക്കെ ധരിച്ചാൽ പോലും നമ്മുടെ അകത്ത് അന്ധകാരം കയറാൻ സൂക്ഷിച്ചോണം. എങ്ങനെ ഇരുട്ട് കയറുന്നേ? തമിഴ് പണിക്ക് വെളിച്ചത്തോട് മത്സരിക്കുന്നു. 24-13 അപ്പോൾ നീ അവരെ നോക്കി. അപ്പോൾ 24-13 വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? വെളിച്ചം ആരാ? ദൈവം. അപ്പോൾ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടാകും. ഇത് നമ്മളിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ടല്ലോ. നമ്മുടെ ആത്മീയ അനുഭവം കുറയുമ്പോൾ നമ്മളിൽ തന്നെ വരുന്നു. ഇത് ശരിയാണോ, അത് ശരിയാണോ, ഇത് ശരിയാണോ, പിന്നെ മറ്റുള്ള കുറ്റങ്ങളെ കണ്ടുപിടിക്കുക. എന്താ കാരണം? നമ്മളറിയാതെ തന്നെ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. 2 കൊരിന്ത്യർ 4 വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് അവിശ്വാസികളുടെ. അപ്പോൾ അവിശ്വാസം നമ്മളിൽ കയറാൻ സൂക്ഷിച്ചോണം. അവിടെ പൗലോസ് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു, നിങ്ങളെ തന്നെ. അങ്ങനെ അവിശ്വാസം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മത്സര സ്വഭാവം ഉണ്ടാകും. അത് ലൂസിഫറിൻ്റെ ആത്മാവാണ്. കാരണം യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ ഇതിനെ ഈ സ്ഥലത്തിൻ്റെ മനോഹരത, അതായത് ദൈവത്തിൻ്റെ വാസസ്ഥലവും വിശ്രാമസ്ഥലവുമായ ആ സിയോൻ യെരൂശലേം എന്ന് പറയുന്ന ആ വാസസ്ഥലത്തിൽ തനിക്ക് കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. സാത്താന് പോലും നിറയെ ഇഷ്ടമല്ല. നോക്കണം, പിശാച് പറയാമല്ലോ, കർത്താവേ സമയത്തിന് മുമ്പ് ഞങ്ങളെ അയക്കാതെ ഞങ്ങളിവിടെ ഞാൻ ജീവിച്ചോട്ടെ. അപ്പോൾ പിശാചിന് പോലും നരകം ഇഷ്ടമല്ല. അവനെപ്പോഴും ആഗ്രഹിക്കുന്ന സ്വർഗമാണ്. പക്ഷേ പിശാച് സ്വർഗം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അവന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല. അതുകൊണ്ടാണ് അർഹിക്കാത്ത കാര്യങ്ങളിൽ നമ്മളും കയറി ആഗ്രഹിക്കരുത്. എങ്ങനെ? ആത്മീയവശയമല്ല, പല കാര്യങ്ങളും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുമ്പോൾ, ഞാനെന്നുള്ള ഭാവം വരുമ്പോൾ ഈ വീണുപോയ ദൂതൻ്റെ ആത്മാവാണ്. യെശയ്യാ 14-12 വായിച്ച്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ആകാശം എന്ന് പറഞ്ഞൊരു സ്വർഗീയ അനുഭവമാണ്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ അനുഭവങ്ങൾ. അപ്പോൾ നമുക്കും വീഴ്ച വരാം. എനിക്ക് നിങ്ങൾക്കൊക്കെ ഏത് സമയത്തും ഈ സ്വർഗീയ അനുഭവങ്ങളിൽ നിന്ന് വീഴ്ച വരാം. എങ്ങനെ വീണു? വായിക്കാം. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? വീഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കൂടെ പിന്മാറ്റക്കാരാക്കാൻ ശ്രമിക്കും. അത് ശരിയല്ല. പണ്ടത്തെ പെന്തിക്കോസ് ഇപ്പം ഇല്ല. പണ്ടത്തെ പെന്തിക്കോസിൽ നീ പറയേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ വിരുദ്ധമായി കൂടെ പറയുന്നത് കേട്ടതാ. പണ്ടത്തെ അനുഭവം ഇല്ല, പണ്ടത്തെ രോഗശാന്തി ഇല്ല. നീ എന്തിനാണ് അത് പോകുന്നത്? പണ്ടത്തെ യേശു ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. ഞാനോ ലോകാവസാനത്തോളം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് കോറസ് പറയിപ്പിക്കുമ്പോൾ പണ്ടത്തെ അനുഭവമൊന്നുമില്ല, പണ്ടെന്തോ അനുഭവം, അതൊക്കെ ഇന്നും ഉണ്ട്. നിനക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഇപ്പോൾ ആറ് കുഴപ്പം. പണ്ടത്തെ യേശു ഇന്നും ഇല്ലേ? പണ്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്നും ഉണ്ടല്ലോ. അവർക്ക് കഴിയാത്ത വല്ലതും ഉണ്ടോ?
അപ്പോൾ നീ സ്ഥാപിച്ചെടുക്കുന്നത് പണ്ട് മനുഷ്യൻ വലിയ കാര്യങ്ങൾ ചെയ്തു, ഇന്നത്തെ മനുഷ്യനെ സാധിക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ നമ്പർ വെക്കുകയാണ്. നമ്മളറിയാതെ വിശ്വാസികളും വേലക്കാരുടെയും വായി വരുന്ന ചില എന്തു പറയും, ഈ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ പിശാച് നമ്മളെ കൊണ്ട് ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന പണിയാണ്. എടാ, ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ല. ആ ദൈവം ഇന്നും ഉണ്ടല്ലോ, ഇന്നും ആ സത്യം നിൽക്കുന്നല്ലോ. 1000 പേരിൽ 900 പേര് പിന്മാറിപ്പോയാലും ബാക്കി 100 പേരുണ്ടല്ലോ. ദൈവത്തിനത് മതി. ചെറിയ ആട്ടുകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ടെന്നാണ്, ചെറിയ ആട്ടുകൂട്ടം. അപ്പോൾ ദൈവത്തിനുള്ള ദൈവം സൂക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം കരുതുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടരിക്ക് വരും, ചില ചാകരിക്ക് മീൻ വരുന്ന പോലെ വരും, ഒരു കഴിയുമ്പോൾ പിന്മാറും. കാരണം അകത്ത് വചനമില്ല. വചനമില്ലാത്ത മനുഷ്യർ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല വിഷയം. നമുക്ക് കിട്ടുന്ന രോഗശാന്തിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിനാണ്. പക്ഷെ നമ്മുടെ നിലനിൽപ്പ് ദൈവത്തിൻ്റെ ഉപദേശമാണ് നമ്മളെ നിലനിർത്തുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ഇപ്പോൾ കഷ്ടപ്പെടാൻ മനുഷ്യന് തയ്യാറല്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് രോഗസൗഖ്യം കിട്ടണം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കിട്ടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് സുവിശേഷ വേലക്കാരെ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും തോന്നും. ഒന്നുമല്ല. നമ്മൾ വിശ്വാസത്തിൽ വളരണം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യം വായിക്കുമ്പോൾ കൃപയിലും അവൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അങ്ങനെ വളർന്ന് ക്രിസ്തുവിൻ്റെ തലയോളം നമ്മളായിത്തീരാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും? ഇങ്ങനെ തന്ത്രപരമായ ചില കുബുദ്ധികളിൽ കയറും, എന്നിട്ട് വലിയ വാചോടിക്കും. പണ്ടത്തെ അനുഭവമില്ല, ഇപ്പോഴത്തെ നിനക്കില്ലെങ്കിൽ ഇപ്പോൾ ആരുടെ കുഴപ്പം? നിനക്കില്ലാത്തതുകൊണ്ട് നീ വിളിച്ച് പറയുന്നത്. എന്നോട് ചോദിച്ചേ, ഞാൻ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടി വളർന്നിട്ടുണ്ട്. ആത്മീയമായിട്ടും വചനപരമായും പരിജ്ഞാനത്തിലും വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് അത്ഭുതോടയാളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്, എൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനതിന് വലിയ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് അത്ഭുതോടയാളമല്ല ഇപ്പോഴത്തെ ആവശ്യം, എൻ്റെ പൂർണ്ണതയാണ്. അതെനിക്ക് ഉപദേശം ആവശ്യം, വചനം ആവശ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യം. ഇതിനാണ് വളരേണ്ടത്. അതുകൊണ്ട് ഈ പാഴ് വർത്തമാനങ്ങളൊന്നും നിങ്ങൾ പറയരുത്. കാരണം ഇതെല്ലാം വെളിച്ചത്തോട് നിങ്ങൾ മത്സരിക്കുന്നവരായിത്തീരും. വെളിച്ചത്തോട് ആരും മത്സരിക്കരുത്. അന്ധകാരത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ, വലിയ ന്യായാധിപതികളെ പോലെ പറയും, നീതിമാന്മാരെ പോലെ പറയും. അത് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും അത് ദോഷമായിട്ട് വരും. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് വലിയ വാചകം അടിക്കത്തില്ലേ? ചിലർ വീട്ടിലിരുന്ന് വലിയ വാചകം അടിക്കും. പണ്ടത്തെ പോലെയില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സഭയെല്ലാം പിന്നെ പണത്തിൻ്റെ പുറകെയാണ്, വേലക്കാർക്ക് ത്യാഗമില്ല. വേലക്കാർക്ക് ത്യാഗമില്ല, നിനക്കെന്നെ നഷ്ടം. വേലക്കാർക്ക് ത്യാഗം അല്ലെങ്കിൽ അവൻ നരകത്തിൽ പോട്ടെ. നീ അതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ത്യാഗമുണ്ടോ? നിന്നിലേക്ക് നോക്കേ, നീ നിന്നിലേക്ക് തിരി. എന്നിട്ട് എങ്ങനെ എനിക്ക് എന്നെ പൊളിതെടുക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ കാലത്ത് നാട്ടുകാരെ നന്നാക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. കർത്താവ് പറയുന്നത് എന്താ? നീ അല്ലെങ്കിൽ വചനം പറയുന്നത്, നീ വിശ്വാസത്തിലിരിക്കുന്നുവോ നിന്നെ തന്നെ ശോധന ചെയ്യുവിൻ ഓരോ ദിവസവും. ഷുഗർ നോക്കാറുണ്ടല്ലോ. വിശ്വാസികൾ എന്തിനാണ് ഷുഗർ അടിക്കടിക്ക് നോക്കുന്നത്? ഇത് അത് ശരീരത്തിൻ്റെ ആവശ്യം. ചില പ്രഷർ നോക്കാറുണ്ട്, തട്ടിപ്പോകുന്നുള്ള പേടി അല്ലേ? അതല്ല ആവശ്യം. വിശ്വാസത്തിൽ നിലനിൽക്കുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അവിടെ എല്ലാം പരിഹരിക്കപ്പെടും. വിശ്വാസത്തിൽ നിൽക്കുന്നു നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പോൾ ദിവസം തോറും നമ്മൾ നോക്കേണ്ടത് വിശ്വാസത്തിൽ നിൽക്കുന്നതാണ്. വിശ്വാസം പോയാൽ വിശ്വാസമില്ലാത്തവന് സ്ഥിരവാസമില്ല. പിന്നെന്ത് ചെയ്യും? നമ്മൾ ഇതിനോടൊക്കെ ഒരു മത്സരിക്കുന്ന സ്വഭാവം വരും. എന്തിനോട് എതിർക്കണം? വീട്ടിലാണെങ്കിലും ശരി, ചില പിള്ളേർക്ക് കൊണ്ടുവരും, മാതാപിതാക്കളോട് വിട്ടുകൊടുക്കരുത്. ഇപ്പോൾ സ്ത്രീകൾക്കില്ലയോ? ആണുങ്ങളുടെ തുല്യാവകാശം വേണം, ഇല്ലയോ? ഇവിടെ തുല്യാവകാശം യേശുക്രിസ്തുവിനൂടെ അല്ല ഒരു നേതാവും കൊടുക്കത്തില്ല. ഞാൻ തീർത്ത് പറയാൻ, ലോകത്തിലെ ഒരു നേതാവിനും തുല്യാവകാശം അതിലാരും കൊടുക്കാൻ ഒക്കത്തുമില്ല. പക്ഷേ കൊടുത്തത് യേശുവാണ്. യേശുവാണെന്നും പെണ്ണെന്നുമില്ല, എല്ലാവരും തുല്യരത്രേ. അതിൽ യഹൂദനും യവനനും ദാസനുമെന്നില്ല. ഇതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. അപ്പോൾ ഈ മാർഗം പ്രചരിക്കാതിരിക്കാൻ സാത്താൻ മുഴുശക്തിയോടുകൂടി പ്രവചിക്കും. അവൻ പറയും ഇതൊക്കെ കള്ളമാണ്. അല്ല, കള്ളമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും യുക്തിവാദി പുസ്തകം വായിച്ചാൽ നിനക്ക് പറയാൻ നോക്കുമോ? യുക്തിവാദിയുടെയോ ഇടമറിവിൻ്റെയോ ഇല്ലെങ്കിൽ ഇപ്പോഴത്തിന് ഇറങ്ങിയിട്ട് ഒരു കണ്ടത്തിൽ ജോസ് ഇവരൊക്കെ പിശാച് അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുക ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചാൽ. ഇതെല്ലാം വായിച്ച് അവിടുന്ന് ഇവിടുന്നെല്ലാം പുസ്തകം വായിക്കും. ഒരുത്തനവൻ പറഞ്ഞാണ് യേശു ക്രിസ്തു കാശ്മീരിൽ വെച്ച് ഹിന്ദുമതം പഠിച്ചതാണ്. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ഭാഷയിൽ എവിടെയെങ്കിലും ഇന്ത്യയുടെയോ കാശ്മീരിൻ്റെയോ അല്ലെങ്കിൽ നടന്ന യൂണിവേഴ്സിറ്റിയിലെയോ ഇല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൻ്റെയോ ഒരു എക്സാമ്പിളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനായാലും തമിഴ്നാട്ടിലേക്ക് വസിച്ച് വടക്കേറ്റി പോയിട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ അവിടുത്തെ ബന്ധപ്പെട്ട് പറയും.
അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ ആ ഗലീല പ്രദേശങ്ങളിലെ യഹൂദ നാടിനെക്കുറിച്ചും അവിടുത്തെ കൾച്ചറോ അവിടുത്തെ ഉദാഹരണമല്ലാതെ കാശ്മീരോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ പുറകെ പോയി പഠിച്ചതോ ഇതൊന്നും അവിടെ കാണുന്നില്ല. അവൻ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് ആധാരമാക്കിക്കൊണ്ട് കർത്താവ് സ്ഥാപിച്ചല്ലാതെ ഇന്ത്യയിലെ ഒരു കൾച്ചറും അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നവന്മാർ പോലും കാണുന്ന പുസ്തകമെല്ലാം വായിച്ച് പഠിച്ചിട്ട് അങ്ങനെ സ്ഥാപിക്കുക. ഇവിടെ നീ പഠിക്കേണ്ട പുസ്തകം വേദപുസ്തകമാണ്. ഇതാണ് മനുഷ്യൻ്റെ ചരിത്രം. ഈ ചരിത്രം വായിക്കുന്നവന് കറക്റ്റായിട്ടുള്ള ഫിഗർ കിട്ടും. ഈ യൂട്യൂബിൽ കയറി അവൻ്റെതും കേട്ട് ഇവൻ്റെതും കേട്ട് അവന് മാർജിൻ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യനെ ഇളക്കുന്നതെല്ലാം പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും കാണിക്കുകയും ചെയ്യുന്നവന് കൂടുതൽ ലൈക്കും കിട്ടും, കൂടുതൽ ഇത് കിട്ടും. നല്ല കാര്യങ്ങൾ പറയുന്നതിനെ കേൾക്കാൻ ആളില്ല. അപ്പോൾ വിശ്വാസികളായി നിങ്ങൾ ഇതെല്ലാം കേട്ട് കേട്ട് നിങ്ങളുടെ തലയെ പുണ്ണാക്കിയാൽ സ്വർഗത്തിനൊരു നഷ്ടവും വരത്തില്ല, ഈ മാർഗത്തിന് നഷ്ടം വരത്തില്ല. നിനക്കും നിൻ്റെ സന്തതിക്കും മാത്രം നഷ്ടം വരും. നാളെ നീ ഈ യുക്തിവാദമെല്ലാം നിൻ്റെ വീട്ടിൽ പറയും, ഈ പിന്മാറ്റം പറയും. ഇത് കേട്ട് നിൻ്റെ മക്കളും വളരും. വളർന്നു ഞാൻ എന്ത് ചെയ്യും? അവർ നിന്നോടും എതിരിടാൻ തുടങ്ങും. കാരണം യേശുക്രിസ്തുവും ദൈവവും സ്വർഗവും അറിവില്ലെങ്കിൽ പിന്നെ ആരോടാ നിൻ്റെ പാട്ടിന് പോകാൻ പറയും, ഇല്ലയോ? അങ്ങനെ നിൻ്റെ കുടുംബം തന്നെ അരാജകത്വത്തിലാകും. ഈയിടെ അങ്ങനെ ഒരു സഹോദരനെ, ഒരു വിദ്യാഭ്യാസമുള്ളൊരു സഹോദരനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയതുകൊണ്ട് നിങ്ങളുടെ കുടുംബം നശിച്ചില്ലേ? നിങ്ങളുടെ മാതാക്കന്മാർ നല്ലൊരു മാർഗം കാണിച്ചു തന്നില്ലേ? അത് വിട്ടിട്ട് കണ്ട പുസ്തകമെല്ലാം പഠിച്ച് കൂട്ടുകാർ കൂടി സംസാരിച്ച് ദൈവത്തെ ചോദ്യം ചെയ്തൊക്കെ പോയി ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഏതായാലും മടങ്ങി വന്നു. അങ്ങനെ പലരും മടങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ഈ വേദപുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് സത്യം, ഇതിൽ കള്ളമില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചതാണ്, റെഫർ ചെയ്ത് വായിച്ചതാണ്. മറ്റ് പല മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്, മറ്റ് പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും വായിക്കാറില്ല, കാരണം അതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇതിന്നുണ്ട്. അതുകൊണ്ടല്ലേ ദിവസം തോറും ആഴ്ച തോറും നമ്മൾ പറയുന്നത്. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ കുടുംബത്തിലെ ആത്മീയ നഷ്ടപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ നിങ്ങളുടെ കുടുംബം പിശാചി കയറി നിരങ്ങും. പിന്നെ കുടുംബത്തിൽ സമാധാനമില്ലാതാകും. പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിതാക്കന്മാർ കാണിച്ചു തന്ന മാർഗം അത് സത്യമാണ്, അതിനെ പിൻപറ്റാൻ ഇപ്പോഴും ശ്രമിച്ചോണം. കുഞ്ഞുങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിച്ചോണം. ആത്മീയത ഉണ്ടെങ്കിൽ എല്ലാം വരും. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടി സകലവും ലഭിക്കും. ഇവിടെ വായിച്ചല്ലോ, സിയോനെ പഹിക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ. എന്താ കാരണം? അവർ ന്യായങ്ങൾ കൂടെ നിരത്താം. സിയോനില്ല, യെരുശലേമില്ല, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു ആത്മീയ അനുഭവങ്ങൾ നമ്മളെ വളർത്തിയെടുക്കുന്ന ദൈവിക പദ്ധതിയാണ്. അത് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ പകയ്ക്കുന്നവർ വരും. എവിടുന്ന്? ആത്മീയ ഗോളത്തിൽ നിന്ന്. ഈ ഉപദേശങ്ങളെല്ലാം നേരത്തെ സ്ഥാപിക്കുമ്പോൾ ക്രിസ്തീയ മാർഗ്ഗക്കാർ, ചില പെന്തിക്കോസുകാർ പോലും ഇതെല്ലാം പെന്തിക്കോസ് മിഷൻ്റെ കൾട്ട് ഉപദേശമാണെന്ന് സ്ഥാപിച്ചവരുണ്ട്, അല്ല സ്ഥാപിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇന്ന് അവരാരും കാണുന്നില്ല. കാരണം പെന്തിക്കോസിൻ്റെ അല്ലല്ലോ, ബൈബിളിലുള്ള സത്യം ടി പി എംകാരുടെയാണോ? അല്ല, പെന്തിക്കോസുകാരുടെയാണ്. ഇത് കർത്താവിൻ്റെ അല്ലേ? അത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കും. വേദോസിൽ എത്രയോ സ്ഥലത്തിൽ സിയോനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഏറ്റവും എരിവോടെ സ്നേഹത്തോടെ. 87 സങ്കീർത്തനത്തിൽ പറയുന്നു, അതിൻ്റെ ഗേറ്റുകളെ ദൈവം സ്നേഹിക്കുന്നതാണ്. സിയോൻ്റെ പടിവാതിലുകളെ വായിച്ച് 87 സങ്കീർത്തനം 12 വാക്യം വായിച്ച്, സിയോൻ്റെ പടിവാതിലുകളെ തന്നെ. അപ്പോൾ ഇവിടെല്ലാം ഏതെല്ലാം സ്ഥലത്തിൽ ഇതിനെപ്പറ്റി കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. 87:12 വായിച്ച് ഒന്നുണ്ടില്ലേ? 132 സങ്കീർത്തനം 13 വാക്യം. 132:13. 87:8. രണ്ടാണോ? കർത്താവ് യാക്കോബിൻ്റെ വാസസ്ഥലങ്ങളെക്കാളൊക്കെയും സിയോൻ്റെ വാതിലുകളിൽ നോക്കണം. അപ്പോൾ കർത്താവ് പ്രിയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവം സിയോൻ്റെ പടിവാതിലുകൾ തന്നെ. 132 സങ്കീർത്തനം 13 വാക്യം വായിച്ച്, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടല്ലോ, നമ്മളൊന്ന് ട്രൈ ചെയ്യരുതോ? ഏറ്റവും ശ്രേഷ്ഠമേറിയ ആത്മീയ അനുഭവം, ദൈവത്തോട് അധിവസിക്കുന്ന അനുഭവം കിട്ടുന്നെങ്കിൽ അത് ഭാഗ്യമല്ലേ? ലോകത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ എന്തെല്ലാം കഷ്ടപ്പെടുന്നു. ഒരു MBBS മെഡിസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്ത് കാശും ചിലവാക്കി, എന്തുമാത്രം കഷ്ടപ്പെട്ട് വായിച്ച് അവസാനം കണ്ണും പോയി. ഇപ്പോൾ പിള്ളേരെ കണ്ടില്ലേ, കണ്ണട വെക്കാത്ത പിള്ളേരില്ല. എന്താ കാരണം? ഇത് കുത്തിയിരുന്ന് വായിച്ച് ഇതിനൊക്കെ ഓരോ ലിമിറ്റുണ്ട്. ഏതാ പണ്ടത്തെ പറയുന്ന പോലെ, ഒരുത്തർ ജനിച്ചു കഴിഞ്ഞാൽ അവന് ഇത്ര ചാക്ക് അരി കഴിക്കണമെന്നുള്ളത്
ഇല്ലയോ? ഇത്ര ചാക്ക് അരി കഴിക്കണമെന്നുള്ളതൊരു നിയമമുണ്ട്. നേരത്തെ കഴിച്ചു തീർത്താൽ പണ്ട് ആൾക്കാർ പറയും, നേരത്തെ ഇതെല്ലാം കഴിച്ചു തീർത്താൽ സമയത്തിന് മുമ്പ് പോകും എന്ന് പറഞ്ഞ പോലെ ഈ പഠിക്കേണ്ടത് കുറച്ച് പഠിച്ചാൽ പോരെ. ഇത് ചുമ്മാ കണ്ടമാനം പഠിച്ച് കണ്ണും പോയി മൂക്കും പോയി തലയ്ക്ക് വെളിവില്ലാതെ പിന്നെ പിള്ളേർ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. പിന്നെ അവർ മയക്കുമരുന്ന് ഇന്ന് നോക്കി ഈ പിള്ളേർ മയക്കുമരുന്നിന് അടിമയാകുന്നതിൻ്റെ കാരണം വ്യവസ്ഥയില്ലാത്ത പഠിപ്പീരാണ്. വീടുകളിൽ ആത്മീയതയില്ല, പാഠം പ്രാർത്ഥനയില്ല. അവരെ ഏതാണ്ട് സ്വപ്നലോകത്തിൽ ഡോക്ടറാകാൻ, എഞ്ചിനീയറാകാൻ, അങ്ങനെ ആകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഈ പുസ്തകമെല്ലാം കൂടെ വായിച്ച് കണ്ണും പോയി കരളും പോയി. പിന്നെ സമാധാനം വേണ്ടേ? വീട്ടുകൾ ചോദിച്ചാൽ വീട്ടുകാർക്ക് ഒറ്റ പിടിയുള്ളൂ, നീ പാസ്സാകണം, റാങ്ക് കിട്ടണം, ഇല്ലേ, പഠിക്കണം. യവന്മാർ കിടന്ന് കഷ്ടപ്പെടുക പിള്ളേരെ പഠിപ്പിക്കാൻ. എവരും കഷ്ടപ്പെട്ട് ചങ്കം മത്തങ്ങാൻ തീരും. പിള്ളേർ പഠിച്ചു വരുമ്പോൾ ഇവനൊക്കെ ഏതെങ്കിലും രോഗം പിടിച്ച് അത്തുപോവുകയും ചെയ്യും കേട്ടോ. പിള്ളേർ പഠിച്ചു വരുമ്പോൾ എവിടെ പഠിക്കാനാ? ഇവിടെ കയറ്റാമെന്നല്ലേ കയറ്റാനൊക്കത്തുള്ളൂ. ഈ തലയ്ക്കകത്ത് വേണ്ടാതെല്ലാം കയറ്റി സ്ഥിരതയില്ല. പിന്നെ തൽക്കാല ആശ്വാസത്തിന് പാവങ്ങൾ പോയി ഇച്ചിരി മയക്കുമരുന്ന് കുടിക്കുന്നു, ഒരു കഞ്ചാവ് കുടിക്കുന്നു, ഇല്ലയോ? അവർക്കൊരു സ്വസ്ഥത വേണ്ടേ? നിങ്ങൾ മാതാപിതാക്കന്മാർ സർക്കാരും ഇല്ലാത്ത പരിപാടികളെല്ലാം നടത്തി. അതേസമയം പണ്ടങ്ങനെയാണോ? പഞ്ചായത്ത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ നോക്കി അവർ ശ്രേഷ്ഠന്മാരാകും പിൽക്കാലത്തിൽ. കാരണം പഞ്ചായത്ത് സ്കൂളിൽ പണ്ട് ജനലില്ല. ടീച്ചർ ഇപ്പുറത്തൂടെ വരുമ്പോൾ അമ്മമാർ അപ്പുറത്തൂടെ ജനലിൽ കൂടെ ചാടിപ്പോവും, ഇല്ലയോ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നില്ലേ? കാരണം അവർ പഠിച്ചു. ഇത് പുസ്തകം പഠിച്ച് ഇനി ക്ലാസ് കഴിഞ്ഞിങ്ങോട്ട് ട്യൂഷൻ. ഇവരൊക്കെ എവിടെ സമാധാനം കിട്ടാൻ? അവിടെ നിങ്ങളുടെ പിള്ളേരെ കൂടി പഠിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കഞ്ചാവ് മയക്കുമരുന്നിന് അടിമയാകുന്നതിനകത്ത് ഒരു അത്ഭുതമില്ല. ഇന്ന് കൂടി വരുന്നതിൻ്റെ കാരണം ഇവർ ആദ്യം പഠിക്കും. നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എടുത്ത് കളാം. നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും സായിപ്പന്മാരുടെ കുഞ്ഞുങ്ങളെ കോട്ടും ടൈയിട്ട് ഈ വേനൽക്കാലത്ത് ഇവിടെ ഞെക്കിപ്പിടിച്ച് ബോക്സ് വിട്ടുകൊണ്ട് ഈ പിള്ളേരെ നടത്തുന്ന പരിപാടിയില്ല. അവസാനം ഇവരെ സ്വതന്ത്രമായിട്ട് വിട്, പഠിക്കുന്നതും പഠിക്കട്ടെ, എല്ലാത്തും ജോലി ചെയ്യട്ടെ, കൃഷി ചെയ്യട്ടെ, എല്ലാത്തിനും പഠിപ്പിക്കാൻ. ബസ്സൊക്കെ കയറ്റി വിടും. രാവിലെ ടിഫിൻ കാരിയൊക്കെ ഉണ്ടാക്കി പിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ചിലപ്പോൾ തള്ളമാരാണ് ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് പിള്ളേരുടെ. അതും ജയിച്ച് ബാഗിലൊക്കെ ആക്കി പതുക്കെ പിടിച്ചുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിടും. അവിടുന്ന് പോയി സ്കൂളിൽ ഇറങ്ങി. ഇവനൊക്കെ എന്തോ ലോകം പഠിക്കാൻ. തെരുവിലിറങ്ങി അടിച്ചു തല്ലി പഠിക്കണം. ലോകം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. 10 പേരെ പരിചയപ്പെടണം. ഇതിങ്ങനെ ബൊമ്മ പോലെ ക്ലാസ്സിൽ ബസ്സിലിരിക്കും. അവിടെ ചെന്ന് ടീച്ചർമാരുടെ പരിപാടികളതും കണ്ടു നടക്കും. ഇങ്ങോട്ട് വന്ന് വീട്ടിൽ വന്നാണ് ഉടനെ ട്യൂഷൻ പോടാ. ഈ പാണ്ടക്കെട്ടും ഒരു കാര്യം ഉറപ്പാണ്, യുവന്മാർക്ക് ജോലി കിട്ടിയില്ലെങ്കിലും ചുമട്ട് തൊഴിലാളിയായിട്ട് പോകാൻ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 1-2 പുസ്തകം കൊണ്ട് പോകുന്നു, അല്ല 2 ബുക്കും കൊണ്ട് പോകും. അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ചുമട്ട് തൊഴിലാളികൾക്കില്ല, എല്ലാം മെഷീനല്ലയോ. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സിസ്റ്റമേ പിശാചിൻ്റെ ഒരു ശക്തിയാണ്. ഇന്ന് ലോകത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഈ കാണുന്ന പിള്ളേരെ അടിച്ചു തല്ലി അവരെ ബ്രെയിൻ കളഞ്ഞ് നിങ്ങളാണ്, സർക്കാരെ നിങ്ങളാണ്, മാതാപിതാക്കന്മാരെ നിങ്ങളാണ് ഈ പിള്ളേരെ മയക്കുമരുന്നിന് അടിമയാക്കി തീർക്കുന്നത്. അവരെ വളർത്തിട്ട് പോലെ വളർത്തത്തില്ല. ഒരു അവധി കിട്ടിയാൽ അതിലൊക്കെ പിള്ളേരുമായിട്ട് സംസാരിക്കാനും എടുക്കാനും സമയമില്ല. എല്ലാം കമ്പ്യൂട്ടറിനകത്ത് കയറിയിരിക്കും. വേണ്ടാത്തതും കണ്ട് അതും കൊളാപ്സായി മാറും. അപ്പോൾ ആരാതിൻ്റെ കുറ്റം? സർക്കാരും. എന്തുകൊണ്ട് സർക്കാർ ഈ വിദ്യാഭ്യാസ സ്ഥിതി മാറ്റുന്നില്ല? നാച്ചുറലായിട്ട് അവരെ വിടെ. അപ്പോൾ ഇവൻ്റെയൊക്കെ പിന്നിലെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തി ദൈവം തമ്പുരാനെതിരായിട്ടുള്ള മത്സരമാണ്. ഞങ്ങൾ ലോകം സ്ഥാപിക്കാൻ പോവുകയാണ്. നവോത്ഥാന ലോകം, പിന്നെ സമാധാന ലോകം. നിന്നെ കൊണ്ടൊന്നും ഒക്കില്ലട മക്കളെ. ഇത് തമ്പുരാൻ ഭൂമിയെ ശിക്ഷിച്ചെങ്കിൽ തമ്പുരാൻ മുമ്പിൽ പോയി സാഷ്ടാംഗം വീഴേ, തെറ്റുകളേറ്റു പറ. നിന്നെ കൊണ്ടൊന്നും സമ്മതിക്കത്തില്ല. കാരണം നിൻ്റെയൊക്കെ അകത്ത് സാത്താൻ കയറി വ്യാപരിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സമാധാനം പറയുമ്പോൾ ഇപ്പുറത്തൂടെ യുദ്ധക്കപ്പലും അന്തർവാഹിനി കപ്പലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് അവിടെ സമാധാനം ഉണ്ടാകും. സമാധാനം ഉണ്ടാക്കാൻ ഒരുത്തരേ അവകാശമുള്ള ആരാത്? യേശു ക്രിസ്തുവിന് മാത്രം. നീ അവനോടൊക്കെ മത്സരിക്കാൻ പോയാലും ശരി, നിൻ്റെയൊക്കെ ഏത് മതമാണെങ്കിലും ശരി, ഒന്നും വിജയിക്കത്തില്ല. ബാക്കിയിലെ എല്ലാത്തിലും യേശു ക്രിസ്തു അല്ലാതെ മറ്റെല്ലാത്തിലും നോക്കുമ്പോൾ ഈ പൂർണ്ണത കാണുന്നില്ല. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചും പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. ലോകത്തിൻ്റെ സമാധാനത്തിൽ പെന്തിക്കോസുകാരെ നിങ്ങൾ വഞ്ചിക്കരുത്. ബാക്കിയുള്ളവർ വരുന്നെങ്കിൽ വരട്ടെ. സുവിശേഷം അറിയിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഉള്ളത് പൂർണ്ണപ്പെടേണ്ട കാലമാണ്. അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് യേശു പറഞ്ഞില്ലയോ, നാട്ടുകാരെ ഓർത്ത് കരയണ്ട. ആ കരച്ചിലെല്ലാം മാറി.
അത്യാവശ്യം എല്ലായിടത്തും സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഗുണപ്പെടുന്നതും പെടട്ടെ, പുറകെ നടന്ന് ഓടിച്ചിട്ട് ആരെയും മാനസാന്തരപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ആരും പറഞ്ഞിട്ടല്ലോ ഞാൻ മാനസാന്തരപ്പെട്ടു. എൻ്റെ മുറിയിൽ വെച്ച് ഞാൻ യേശുവിനെ കണ്ടെത്തി. അങ്ങനെയുള്ളവർ വരും, നിങ്ങളതിന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നാട്ടുകാരെ നന്നാക്കാൻ പോകണ്ട, അവരെ മനസാന്തരപ്പെടുത്താനും പോകണ്ട. യേശു പറഞ്ഞ പോലെ നിന്നെയും നിൻ്റെ മക്കളെ ഓർത്ത് നിലവിളിക്കേണ്ട കാലമാണ്. അത് കരഞ്ഞോണം. അത് കരഞ്ഞതിന് ശേഷം നിൻ്റെ കുടുംബം സ്വർഗ്ഗതുല്യമായിട്ട് നീ സൂക്ഷിച്ചാൽ മാത്രം മതി. വേറെ ആരെയും നന്നാക്കാൻ പോകണ്ട കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാത്രം ഭാരപ്പെട്ടാൽ മതി യേശു എന്ന് പറഞ്ഞില്ലയോ? യേശുവിലെ പുത്രിമാരെ, എന്നെ ഓർത്ത് ഭാരപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മാത്രം ഓർക്കുക. കാരണം മക്കളിന്ന് തെരുവിലായില്ലേ? നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ, സർക്കാരിൻ്റെ പിടിപ്പുകേട്, സർക്കാരിൻ്റെ അറിവില്ലായ്മ, ഓരോ വർഷം കയറി വരുന്ന മന്ത്രിമാരും MLA-മാരും ഈ ദൈവിക ജ്ഞാനമില്ലാതെ പോയി. ചിലർക്കൊക്കെ ദൈവജ്ഞാനം ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. അവന്മാരുടെ മേൽ ഈ ലോകത്തിൻ്റെ ആത്മാവ് ആവസിച്ചുകൊണ്ട് ലോകം പ്രാന്താലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ മധ്യേ ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റും. അതുകൊണ്ട് ഈ മാർഗത്തിനെതിരായിട്ട് ആരെല്ലാം പുച്ഛിച്ചെള്ളിയാലും യവനെല്ലാം ലജ്ജിച്ച് പിന്തിരിയുന്ന കാലം വരാൻ പോവുകയാണ്. സിയോനെ പകയ്ക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ. കാരണം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം തമ്പുരാനാണ്. അവരാണിത് സൃഷ്ടിച്ചത്. ആ ദൈവം തമ്പുരാനാണ് സിയോനെ യെരൂശലേമിനെയും പണിതുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ 62 1-2 വാക്യം വീണ്ടും വായിക്കാം. സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. ആ, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. ആ, അതിൻ്റെ നീതി പ്രകാശം പോലെ. നീ വെളിച്ചത്തിനെതിരായി എത്ര മത്സരിച്ചാലും ദൈവത്തിൻ്റെ പ്രകാശം വരുമ്പോൾ നിൻ്റെ പ്രകാശം ഡിമ്മ. നിങ്ങൾ കണ്ടിട്ടുള്ളൂ, പണ്ടൊക്കെ ഈ ഫിലമെൻ്റ് ബൾബുണ്ട് അല്ലേ? ഫിലമെൻറ്റ് അന്ന് സ്ട്രീറ്റിൽ ഈ CFL-ഉം LED ഒക്കെ വരുന്നതിന് മുമ്പ് ഫിലമെൻ്റ് ബൾബാണ്. രാത്രിയിൽ നല്ല പ്രകാശം കിടക്കും. എല്ലാവർക്കും അത്യാവശ്യം ചില വെട്ടമൊക്കെ കൊടുക്കും. പക്ഷേ ചില പോസ്റ്റിൽ ബൾബ് കെടുത്താതെ കിടക്കും. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഈ ബൾബിനെ നോക്കി അങ്ങനെ ഇരിക്കും. അവൻ്റെ ഫിലമെൻ്റ് ഇങ്ങനെ തെളിഞ്ഞ് പ്രകാശമൊക്കെ പോയി ഒരു ബ്ലിങ്കിങ് സ്റ്റേജിലേക്ക്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം, നേതാക്കന്മാരുടെ ജ്ഞാനം, മതനേതാക്കന്മാരുടെ ജ്ഞാനം, ഇതെല്ലാം ബ്ലിങ്കിങ് ആകാൻ പോകുന്നു. എപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം തൻ്റെ സഭയിൽ കൂടി, സിയോനിൽ കൂടി, യെരൂശലേമിൽ കൂടി പ്രകാശിക്കുന്ന സമയത്ത് ഇതെല്ലാം ബ്ലിങ്കിങ് ആയി മാറും. വായിക്കാം, അതിൻ്റെ നീതി പ്രകാശം പോലെയും. വായിക്കാം, രക്ഷ കത്തുന്ന വിളക്ക് പോലെയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് പറയലല്ല വെക്കേണ്ടത്, നിങ്ങൾ എഴുന്നേരേ. വിശ്വാസികളെ, നിങ്ങൾ യൂട്യൂബിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ അടുത്ത് കമൻ്റ് അങ്ങോട്ട് ഇടേ, അവിടെ ഇട്, സുവിശേഷം അറിയിക്കേ. നിങ്ങൾ ഓപ്പൺ ചെയ്യും ഒരു ഫോൾഡർ, എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളും സത്യങ്ങളും വിവരിച്ച് പറ. നിങ്ങളത് കേട്ട് 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 അയ്യോ ലോകം അങ്ങനെ വരാൻ പോകും, ഇങ്ങനെ ഇടമണ്ടന്മാരെ നിങ്ങൾ അങ്ങോട്ട് ഇടുക. അതുകൊണ്ട് ഞാനും ഇതിങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. മനസ്സിലാവും? നിങ്ങൾ ധൈര്യമായിട്ടിടേ, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കേ, നിങ്ങൾ കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കേ. അതെവിടെയെങ്കിലും ഒരാൾ ചാകുമ്പോൾ മൈക്കിൽ പോയി പറയാതെ കിട്ടുന്ന അവസരമെല്ലാം പറയും. കമ്പ്യൂട്ടർ അറിയാവുന്നവരും യൂട്യൂബ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവരെല്ലാം വീടുകളിൽ തന്നെ ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇടയ്ക്ക് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും പാട്ടും ആത്മനിറവും സന്തോഷവും എല്ലാം കൂടെ അയച്ചുവിടെ. ഈ മണ്ടന്മാർ അതും കേട്ടുകൊണ്ട് ഇനി വായും വിളിച്ചിരിക്കുക, അയ്യോ അന്ത്യക്രിസ്തു വരാൻ പോകുന്നേ. അന്ത്യക്രിസ്തു വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? യവൻ വന്ന് 7 വർഷം കഴിഞ്ഞെങ്കിലേ ഞങ്ങളുടെ ഭരണം തുടങ്ങാനൊക്കത്തുള്ളൂ. യവൻ്റെ 7 വർഷം ഒന്ന് തീർന്ന് കിട്ടിയെങ്കിലല്ലേ 1000 വർഷം തുടങ്ങത്തുള്ളൂ. അപ്പം വരണോ വേണ്ടയോ? ആണോ? അവൻ വരട്ടെ. അവൻ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, പേടിയാ. മനസ്സിലാകുന്നോ? നമ്മൾ ആരുടെ സന്ധികളാണ്? അവൻ്റെ തലയെ തകർത്തവനെ ആണ് നമ്മൾ. ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. ആരെങ്കിലും പിള്ളേർ പറയുന്ന വായി വിളിച്ചിട്ടുണ്ട്, അയ്യോ ദൈവമൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാതാ, ഉടനൊരു ബന്ധുക്കോസ ആന്നോ, ശരിയാന്നോ? നിൻ്റെയൊക്കെ മക്കളെ വീട്ടിലിരുന്ന് പഠിപ്പീരേ, ചുമ്മാ വാതി പഠിച്ചോളൂ. അതുകൊണ്ട് വീട്ടിൽ സത്യം പഠിപ്പിച്ച് അവരുടെ ഹൃദയത്തിലാക്കേ. അപ്പോൾ അവർ പോയി അവരോട് കാര്യം പറഞ്ഞോളും, അവരെ കൂടെ നേടും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ പറയുന്നത്? അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 7-ാം വാക്യം വായിച്ച് 62:7. ആ, സ്വസ്ഥമായിരിക്കരുത്. നിങ്ങൾ വീട്ടിൽ കയറി കഥ അടച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലത്. നിങ്ങളുടെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേ. നിങ്ങളുടെ വീടുകളിൽ പോയി, അല്ല സ്കൂളിൽ പോയി പറ, ഞാൻ എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 2 അധ്യാപകരെ 78 ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം വർഷം ആണ് രക്ഷിക്കപ്പെടുന്നത്.
തലേവർഷം അവിടുത്തെ ഇതിൻ്റെ കൊണ്ട് ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. അന്ന് ലോകപ്രകാരം ഒരു പ്രസംഗം ചെയ്തു ആനുവൽ ഡേക്ക്. 2ാം വർഷം അവരുകൊണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ പ്രസംഗിത്തുള്ളൂ, മതിയെന്ന് പറഞ്ഞു. ആ പഠിപ്പിച്ച സ്ഥാനത്ത് 2 അധ്യാപകർ രക്ഷയിലേക്ക് വന്നു. 2 കുട്ടികൾ സ്ഥാനപ്പെട്ടു. അവിടെ മുഴുവൻ ഞങ്ങൾ സുവിശേഷം അറിയിച്ചു തീർത്തു. ഒരു ലജ്ജയുമില്ല. കാരണം ഇത് സത്യമാണെന്ന് എനിക്ക് രക്ഷിക്കപ്പെട്ട സമയമാണ്. ആ ആഴ്ച, ആ മാസം തന്നെ ഞങ്ങളുടെ തൊട്ട് വലിയൊരു ജംഗ്ഷനിൽ മൈക്കും വെച്ച് സുവിശേഷം പറയാൻ തുടങ്ങി. എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. കയറിയപ്പോൾ 1.25 മണിക്കൂറാണ് ആദ്യത്തെ പ്രസംഗം. ഏതാ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ആഴ്ച. ഇതൊന്നും അറിയാത്ത സമയത്ത് പരിശുദ്ധാത്മാവ് 1.25 മണിക്കൂർ ഒരു സബ് ഇൻസ്പെക്ടർ 5 പോലീസുകാരുടെയും സാന്നിധ്യത്തിൽ ആ ദേശക്കാരെല്ലാം നിശ്ചലമായി. ഇതെന്തോ ഈ പിള്ളേർ പുതുതായിട്ട് വരിക. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ സ്വസ്ഥം കൊടുക്കരുത്. വൈക്കം സ്വസ്ഥമായിരിക്കരുത്. അവനെ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം. നിങ്ങൾക്കിപ്പോൾ നല്ല നല്ല സൗന്ദര്യമല്ലേ മീഡിയാസിൽ കൂടെ. നിങ്ങളതിനെ വീട് വീടൊന്നും കയറേണ്ട ആവശ്യം ഇക്കാലത്തില്ല. അവർ വീട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഇതിന് അടിമയായിരിക്കുക അല്ലേ? എല്ലാവന്മാരും ഈ മൊബൈലിന് അടിമയാണ്. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ കൂടി സാക്ഷ്യം പറ. വിശ്വാസ ഭവനത്തിൽ ഇടയ്ക്കിടെ ഇട്ടുകൂടെ 2 വചനം. നിങ്ങൾക്ക് തന്നെ കേട്ടോ. ഓരോരുത്തരും ഒക്കെ തുടങ്ങിക്കൂ കേട്ടോ. ഓരോ യൂട്യൂബ് ഫോൾഡർ അങ്ങ് ഓപ്പൺ ചെയ്തു വീടുകളിൽ കുടുംബപരമായിട്ട് തന്നെ. ഞാൻ അനുവാദം തന്നിരിക്കുക. എന്നിട്ട് വചനം പറ, പരിശുദ്ധാത്മാവിനെ പറ്റി പറ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അനുഭവം പറ, പഴയ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കേ. അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ ഹൃദയത്തിൽ ക്ലിക്കായി അവൻ രക്ഷിക്കപ്പെട്ടാൽ ആ ആത്മാവിൻ്റെ ഉടമസ്ഥൻ നിങ്ങളാണ്, ക്യാപ്റ്റൻ്റെ നിങ്ങളാണ്. നിത്യത നിങ്ങൾ മാനിക്കപ്പെടും. അതിനുവേണ്ടി ഇച്ചിരി പൈസ ചിലവാക്കേ, എന്നാലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ മടിച്ചു പോകാതിരിക്കണമെങ്കിൽ അങ്ങോട്ട് പ്രതികരിക്കണം. ഇങ്ങോട്ടെടുത്ത് അടിക്കാൻ വന്നാൽ അടി കൊണ്ടുകൊണ്ടിരുന്ന് എങ്ങനെ ഇരിക്കും പറ? തിരിച്ചൊരെണ്ണം ശരിക്കും കൊടുക്കാമെങ്കിൽ അവൻ ബാലും ചുരുട്ട് ഓടും. ഇത് കൈകൊണ്ടല്ലല്ലോ നമ്മൾ കൊടുക്കണ്ടേ. വചനം, നമുക്ക് വചനമേ ഉള്ളൂ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. അനുഭവങ്ങൾ പങ്കുവയ്ക്കേ. കമ്പ്യൂട്ടർ അറിയാവുന്ന പിള്ളേരെ കൊണ്ട് നിങ്ങൾ വീട്ടിലൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യ്, ഒരു ചാനൽ ഓപ്പൺ ചെയ്യ്. എന്നിട്ട് ചുമ്മാ വിട്ടു. നല്ല വചനമല്ല, ഇത് ഇരുവായത്തിലുള്ളതാണ്. ചെന്ന് കയറിക്കോളും. അകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു പണി ചെയ്തിട്ട് വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ നാളുകളിൽ. സ്വസ്ഥമായിരിക്കരുത്. വായിക്കാം. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി. ഇപ്പോൾ യെരൂശലേമിനൊരു സംഭവം ഉണ്ട്. യെരൂശലേം എന്ന് പറഞ്ഞാൽ ദൈവസഭ, വിശ്വാസികളും വേലക്കാരും കുറേ പിന്മാറ്റ ശക്തിക്ക് അധീനരായി പോയെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അത് വീണ്ടും യഥാസ്ഥാനപ്പെടുന്ന കാലമാണിപ്പോൾ. യഥാസ്ഥാനപ്പെടുവോളം ഭൂമിയിൽ, സ്വർഗത്തിലല്ല, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം. എങ്ങനെ സ്വസ്ഥത? അതാണ് നിലവിളി, പ്രാർത്ഥന. നിലവിളിച്ചോണം, ദൈവമേ നീ ഞങ്ങളെ മഹത്വപ്പെടുത്തണം. കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ അവസാനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തേതിൽ പറയുന്നു, പിതാവേ നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ നിൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇതായിരിക്കണം പ്രാർത്ഥന. അത് കിട്ടണം, ഇത് കിട്ടണം, ചാപ്പാട് കിട്ടണം, അല്ലെങ്കിൽ കാശ് കിട്ടണം, പിള്ളേർ പഠിച്ച് മിടുക്കരാകണം, പിന്നെ അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, വീടിൻ്റെ 3-ാം നില പണിയാൻ, 2-ാം നില പണിയാൻ ദൈവം അനുവദിക്കണം. അതൊക്കെ പണിതോട്ടെ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ദൈവം പ്രസാദിച്ചാൽ ഇതൊന്നും വലിയ വിഷയമേ അല്ല. 3-ാം നിലയും പണിത് 12 മുറി ഉണ്ടാക്കിയാലും നീ കിടക്കുമ്പോൾ ഒരു മുറിയിലല്ലേ കിടക്കത്തുള്ളൂ, ഇല്ലയോ? എടുക്കാൻ വയ്യാത്ത വലിയ സോഫയൊക്കെ ഈട്ടിത്തടിക്ക് ഉണ്ടാക്കി പിന്നെ ഇരുന്നാൽ ഉടനെ ശരീരം ചൂടാന്ന് കുഷീനൊക്കെ ഇട്ട് വീട് അലങ്കരിക്കും. എന്തോന്നിന് ഇതിൻ്റെയൊക്കെ ആവശ്യം പറ? എന്നിട്ട് ഇത് തൂക്കാൻ ആളുണ്ടോ? വീട്ടുകാരത്തേക്ക് സൂക്കേട്, വീട്ടുകാരന് സൂക്കേട്. പിന്നെ ആരാണ് തൂക്കുന്നത്? വേലക്കാരിയെ കിട്ടാനില്ല. വേലക്കാർ വന്നാലോ അവർക്ക് സമയമില്ല. അവർ 1 മണിക്കൂർ ജോലി ചെയ്യും. ഇവ 500 തരണം ആണോ? അതിനൊക്കെ നല്ല റെഡിമെയ്ഡ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന കസേര പോലത്തൊക്കെ വാങ്ങിച്ചിട്ടോളം നമുക്കൊന്നൊരു വിഷയവുമില്ല. ഇങ്ങനെ ധനവാനാകാൻ ഇച്ഛിക്കുന്നതിനൊക്കെയും ഈയിടെ ഒരു വേലക്കാരൻ എന്ന് പറയും, എന്തിനാ ഫ്രണ്ടിൽ ആ ചെടി മരമൊക്കെ വളർത്തി വെച്ചിരിക്കുന്നത്? നമ്മുടെ പെന്തിക്കോസ് മിഷൻ്റെ ബോർഡ് കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഒക്കെ വെട്ടിക്കുള്ള ഭാഷ. ഞാൻ അപ്പോഴേ ഇറങ്ങണമെന്ന് പറയേണ്ടത് അതാണ്. മരം വെട്ടുന്നവനെ ദൈവം ശപിക്കുന്ന മനസ്സിലാകുന്നു. പെന്തിക്കോസ് മിഷൻ്റെ ബോർഡ് കാണാനായിട്ട്. എടാ നീ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേ. നിൻ്റെ കെട്ടിടം പണിതിട്ട് നാട്ടുകാരെ കാണിച്ച് ആരും ആത്മാക്കളാകത്തില്ല. നീ ഒരു വലിയ കെട്ടിടം പണിത് പെയിൻറ്റ് പഠിച്ച് പെന്തിക്കോസ് മിഷൻ എന്നുള്ള ബോർഡ് അങ്ങോട്ട് സ്ഥാപിച്ചാൽ ഒരൊറ്റ ആത്മാവും കയറി വരത്തില്ല. ആരംഭ സമയത്ത് ആത്മാക്കൾ കയറി വന്ന് നിൻ്റെ ബോർഡ് കണ്ടുകൊണ്ടാണോ? ആണോ അച്ചായ?
പെന്തിക്കോസിലേക്ക് ആൾ വന്നത് നിൻ്റെ കെട്ടിടത്തിൻ്റെ ഭംഗി കൊണ്ടാണോ? ആണോ? പൂജയുടെ വേലക്കാർ കൂട്ടത്തോടിറങ്ങി. പട്ടകോണിയായിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച പ്രസംഗം കഴിച്ച് 17 പേര് വേലയ്ക്ക് ഇറങ്ങി. 17 പേര് വേലയ്ക്ക് സമർപ്പിച്ചു. കെട്ടിടത്തിൻ്റെ ഭാഗത്ത് കണ്ടാണോ? ആണോ? പിശാച് പെന്തിക്കോസുകാർക്ക് ചില പാസ്റ്റർമാരുടെയൊക്കെ അകത്ത് കയറിയിട്ട് വലിയ കെട്ടിടം പഴുന്ന് അങ്ങോട്ട് ബോർഡും വെച്ച് പിന്നെ ഇലിമിനേറ്റഡ് ഇതുണ്ടല്ലോ, എന്തുവാ ഇപ്പോൾ കട്ടപ്പന ഫെയ്ത്തോലിരിക്കുന്ന പോലെ നാട്ടുകാരൊക്കെ ഒരുത്തരും വായിക്കുന്നില്ല. വായിക്കാൻ സമയമില്ല, വെറുതെ കറണ്ട് കളയാന്നല്ലാതെ. ആരെങ്കിലും കാണിക്കുന്ന കോപ്രാഞ്ച് നമ്മളും കാണിച്ചേക്കുക. ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടകൂടുക. അതിനെന്ത് ചെയ്യണം? നീ സ്വസ്ഥത കൊടുക്കരുത്. പണ്ടത്തെ പോലെ പ്രാർത്ഥന ആരംഭിക്കുക, വായിക്കുക, നിലവിളിക്കുക. വിലാപങ്ങൾ പുസ്തകം 2-ാം അധ്യായം വിലാപങ്ങൾ 2:19 വായിച്ചേ. അവിടെ ഈ ഫ്ലാഷ് ലൈറ്റ് മിന്നുന്ന പോലെ ബോർഡ് വെച്ചാലൊന്നും മനുഷ്യൻ വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ ഇലുമിനേറ്റം വായിക്കുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ പോകും, നടന്നു പോകും, പകുതിയെ വായിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാശ് കളയുന്ന ആ ആഡംബരങ്ങളെല്ലാം പെന്തിക്കോസുകാർ ഉപേക്ഷിക്കണം. എന്നിട്ട് ക്രിസ്തുവിൻ്റെ താഴ്മയെ ധരിക്കണം. വലിയ കെട്ടിടം പണിതിട്ട് നാട്ടുകാരെ കെട്ടി കാണിക്കാൻ ഇവിടെ കത്തോലിക്കരുടെയൊക്കെ സ്ഥാപനത്തിൻ്റെ വാലെ കെട്ടാൻ നിങ്ങളുടെ പെന്തിക്കോസുകാർക്കുണ്ടോ? ഉണ്ടോ വിനോദിച്ചാൽ? എന്നാ നിങ്ങൾക്കൊക്കെ ഈ കെട്ടിടം ഉണ്ടായത്? എന്നിട്ട് അവിടെ ബോർഡും വെച്ച് പെന്തിക്കോസ് മിഷൻ. പണ്ട് സിലോൺ പെന്തിക്കോസ് ആയിരുന്നു, അത് അമ്പലരെടുത്ത് ദൂരെ കളഞ്ഞു. അത് ലജ്ജാവിഷയമാക്കി മാറ്റിക്കളഞ്ഞ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെനക്കേട് പണിക്കൊന്നും പോകരുത്. മനുഷ്യൻ ഇന്ന് തപ്പിപ്പിടിച്ച് വന്നോളൂ. ഇല്ല, ഫോണുണ്ടല്ലോ, നിങ്ങളുടെ സഭ എവിടെയാണെന്ന് നോക്കിയിട്ട് വന്നോളൂ. ഇല്ലാത്ത വരണ്ടെന്നേ, അത്യാവശ്യമുള്ള വന്നാൽ മതി. മെനക്കേട് കമ്പനികളൊന്നും ഇവിടെ കയറാനേ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. അതാണ് ശരിയായിട്ടുള്ള അന്വേഷിപ്പനെന്നാൽ കണ്ടെത്തും. മനസ്സിലാവുന്നു? ഇതായിരിക്കും നിങ്ങളുടെ പോളിസി. വായിക്കാം. രാത്രി യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. രാത്രിയിൽ വിലാപങ്ങൾ പുസ്തകം 4:2-19 രാത്രി യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ആ നിലവിളിയാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. നിലവിളിയാണ്. നിന്റെ ബെയ്ത്തോമിൻ്റെ മുമ്പിലുള്ള വീടിന് മുമ്പുള്ള ഇലമിനേഷൻ പ്രകാശിപ്പിക്കുന്നതുകൊണ്ടല്ല. പെന്തിക്കോസ് മിഷൻ അത് ലൈറ്റിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരെ കാണിക്കാനെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെയൊക്കെ പ്രതാപങ്ങൾ അകത്തില്ല. അന്ന് ആരംഭാനുഭവം അങ്ങനെയല്ലല്ലോ, ആണോ? ആരംഭാനുഭവങ്ങൾ എന്താ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവർ കൊണ്ടുവരും, വഴിയെ പോകുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരും, സ്വപ്നം കാണിച്ചു കൊണ്ടുവരും. നിൻ്റെ ഇലിമിനേഷൻ കണ്ടുകൊണ്ടല്ല, കെട്ടിടത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ടല്ല, പെയിൻറ്റിൻ്റെ കളർ കണ്ടുകൊണ്ടല്ല. മനസ്സിലാവുന്നോ? ഈയിടെ ലൂലു മാളിലെ ചെയർമാൻ യൂസഫ് അലി പറഞ്ഞൊരു വാക്ക് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ലൂലു മാളിൻ്റെ ഭംഗി കാണാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പ്രാവശ്യം വരും, 2 പ്രാവശ്യം വരും. അയാൾ പറഞ്ഞു എത്രയോ പോയിൻ്റാണ്. ലോകത്തിലെ മനുഷ്യനാണേലും ലൂലു മാളിൻ്റെ ഭംഗി കാണാൻ 1-2 പ്രാവശ്യം വരും, പിന്നെ വരുമോ? ഇവിടെ നിന്നുള്ള സാധനങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം. നല്ല സാധനങ്ങൾ കൊടുത്താൽ അത് ഇച്ചിരി വില അല്പം കൂടെ താത്തു കൊടുത്താൽ ജനം വരും. അതാണ് ഞങ്ങളുടെ പദ്ധതി. എന്ന് പറഞ്ഞ പോലെ നിങ്ങളീ പുറമേയുള്ള മേക്കപ്പെല്ലാം കാണിച്ച്, കെട്ടിടം മൂടി പിടിച്ച്, പിന്നെ ഇലിമിനേഷൻ കാണിച്ച്, പ്രൊപ്പഗാന്ത കാണിച്ചാലൊന്നും ആത്മാക്കൾ എന്തോ ഇപ്പോൾ സുവിശേഷകരക്കാരും വരാത്തതെന്താണ്? ഇതിനൊന്നും ആരും വരത്തില്ല. എന്നാൽ വീണ്ടും പഴയ പോലെ കത്താമെങ്കിൽ, ഒന്ന് തീ കത്താമെങ്കിൽ, 10 രക്തസാക്ഷിയാമെങ്കിൽ എന്തു ചെയ്യും? ഇരച്ചു കയറും. അത് ഓർമ്മയിലിരിക്കണം. വായിച്ച്. യാമാരംഭങ്ങളിൽ രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. ദൈവമേ, ദേശത്തെ രക്ഷിക്കണേ, ആത്മാക്കളെ തരണമേ എന്ന് വീടുകളിൽ നിലവിളി. നിങ്ങളുടെ നിലവിളി കേട്ടുകൊണ്ട് മനുഷ്യൻ മരുതെന്തോടെ അവർ കരയുന്നത്. പണ്ട് പെന്തിക്കോസുകാരെ കരച്ചിൽ കേട്ട് വരും. എന്നാ സംഭവം എന്ന് ചോദിച്ചു. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പേര് രക്ഷിക്കപ്പെട്ടു വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ശബ്ദം കേട്ട് വന്നവരുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ. വായിക്കാം. യാമാരംഭങ്ങളിൽ രാത്രി യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നിന്റെ ഹൃദയത്തെ കർത്തൃസന്നിധിയിൽ വെള്ളം പോലെ പകരുക. പിന്നെ വീതി കൊണ്ട് തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന. വീതിയുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട്. എന്ത് വിശപ്പ്? ആത്മീയാഹാരമില്ല. അതുകൊണ്ടാണ് പിള്ളേരൊക്കെ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ തലമുറയെ രക്ഷയിലേക്ക്, ദൈവത്തിലേക്ക് നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കാം. വീതി കൊണ്ട് തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. അവന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവത്തിന് നമ്മൾ സ്വസ്ഥത കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിനൊന്നും സ്വസ്ഥകേടല്ല. പക്ഷേ നിലവിളിയുടെ ശബ്ദത്തിൽ
ദൈവത്തിൻ്റെ ഉത്തരവിടെ കിട്ടും. ഇസ്രായേൽ ജനങ്ങൾ എത്ര പിന്മാറ്റത്തിൽ പോയാലും അവർ യഹോവയോട് നിലവിളിക്കുമ്പോൾ ഉടനെ ദൈവം മനസ്സിലിയുന്നവനായ ദൈവം. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ കൺവെൻഷനിലൊക്കെ പണ്ട് അതായിരുന്നു വിഷയം. ഇപ്പോൾ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പേ അച്ചപ്പവും കൊള്ളപ്പവും മറ്റേ അപ്പവും ഉണ്ടാക്കി, അതാണ് വിഷയം. പക്ഷേ മുൻകരുതൽ എന്തിനാ? പിന്നെ പോത്തിനെ അന്വേഷിക്കാൻ പോകണം. പോത്തില്ലല്ലോ, എരുമയാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്. ഇന്ന് പോത്താന്ന് പറഞ്ഞ് കൊടുക്കും, ഇല്ലയോ? ഇതൊന്നും അല്ല വിഷയം. വീണ്ടും നമുക്ക് അങ്ങനെയുള്ള മെൻറ്റാലിറ്റി മാറ്റിയിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ കരങ്ങൾ ഉയർത്താം, ദൈവത്തോട് നിലവിളിക്കാം. എന്നാലും നമുക്കെങ്കിലും സ്വസ്ഥത കിട്ടും. മറ്റുള്ളവരെ ദൈവം രക്ഷയിലേക്ക് നടത്തും. ആ വിലാപങ്ങളുടെ പുസ്തകം ഇരമ്യാ പ്രവചനം വായിക്കണം കേട്ടോ. എന്നോട് ഈ ദിവസം ദൈവം ശക്തമായി ഹേമിച്ചുകൊണ്ടിരിക്കുക ആ പുസ്തകം വായിക്കാൻ. ഞാൻ വായിച്ചു, അതുകൊണ്ടാണ് ഈ ദൂതും വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇരമ്യാ പ്രവചനം ശരിയായിട്ടൊന്ന് വായിക്കണം ഈ ആഴ്ചയിൽ. അതുപോലെ തന്നെ വിലാപങ്ങളുടെ പുസ്തകം. എന്നിട്ട് ദൈവസന്നിധിയിൽ കരയണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ആ വചനാടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പലരെയും വീണ്ടും കൊണ്ടുവരും, യഥാസ്ഥാനപ്പെടുത്തും. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം. വായിച്ച് യെശയ്യാ 62:7 വാക്യം. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ദൈവം ഇതിനെ പ്രശംസാ വിഷയമാക്കി തീർക്കും. കർത്താവിൻ്റെ വരവിന് മുമ്പ് ദൈവത്തിൻ്റെ ജനങ്ങളെ, സഭയെ, സിയോനെ, യെരൂശലേമിനെ ലോകത്തിൽ നിന്ന് കാണിക്കും. കണ്ടോടാ, ഞാൻ പണിതെടുത്ത എൻ്റെ യെരൂശലേം. സാത്താനെ വെല്ലുവിളിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയല്ല, കാണിക്കും. എന്താ? നീ ഇതിനെ തകർക്കാൻ എത്രയോ കാലങ്ങൾ, ഇതിനെ പരിഹസിച്ച് ആക്ഷേപിച്ചില്ലാതാക്കാൻ ശ്രമിച്ച നിൻ്റെ പ്രവർത്തനത്തിന് മേലെ എൻ്റെ പദ്ധതി നിറവേറി, കണ്ടോ എന്ന് കാണിച്ചിട്ട് സഭയെടുക്കപ്പെടും. അതുകൊണ്ടാണ് ഒരു കൂട്ടർ ഭൂമിയിൽ കൈവിടപ്പെടുന്നവരും. ഉത്തമഗീതം 7-ാം അധ്യായത്തിൻ്റെ 1 ആ സമയമാണ് മടങ്ങി വരിക ശൂലമിച്ച്, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടോട്ടെ. ഇത്രയും സൗന്ദര്യം നിനക്കുണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. നീ ഇത്രയും ദൈവത്തിൻ്റെ വാസസ്ഥലമായി തീർന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വന്നേനെ. അറിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. വായിച്ച്, മടങ്ങി വരിക ശൂലം കയർത്തി മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ, മടങ്ങി വരിക, നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. ലോകം പറയും. ദൈവസഭ പോയി കഴിയുമ്പോഴാണ് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. യെശയ്യാ 60-ാം അധ്യായത്തിന് 2-ാം വാക്യമല്ലേ വായിച്ച്. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കാൻ വരുന്ന സംഭവമാണ്. വായിക്കാം. അന്ധകാര ഭൂമിയും. ആദ്യത്തെ 3.5 വർഷമാണ് അന്ധകാരം. ആ സമയത്താണ് സഭയിൽ രക്തസാക്ഷികളായിത്തീരുന്നത്. യഹൂദൻ്റെ ആലയം പണിയും. അടുത്ത് കൂരിരുട്ട്, ലോകത്തിന് കൂരിരുട്ടായി മാറും. വെളിച്ചമില്ലല്ലോ, വെളിച്ചം കൊടുക്കേണ്ടവരൊക്കെ പോയി കഴിഞ്ഞു. വായിക്കാം. അന്ധകാര ഭൂമിയും കൂരിരുട്ട് ജാതികളെ മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. ദൈവത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യരുടെ മേൽ നീതി സൂര്യൻ രോഗോപശാന്തി ഉദിച്ച പോലെ അവസാനത്തെ തേജസ് നമ്മുടെ മേൽ ഉദിക്കും. ആ തേജസ് പ്രകാശിക്കുമ്പോൾ നമ്മുടെ മലിനതകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മളിൽ പലരും പല കുറവുകളും മലിനതകളും ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇരമ്യാ പ്രവാചനം 2-ാം അധ്യായത്തിൻ്റെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം മലിനപ്പെട്ടു പോയി. ഏത് കാര്യത്തിലൊക്കെ? 1 വായിച്ച്, ഇരമ്യാ 2:33, 2:33 വായിച്ച്, 3:1 വായിച്ച്. പ്രേമം അന്വേഷിക്കേണ്ടത് നീ നിന്റെ വഴി എത്ര ചേലാക്കുന്നു. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിത സുഖത്തിന് വേണ്ടി, താൽക്കാലിക ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, താൽക്കാലികമായ ആദായത്തിന് വേണ്ടി നിന്റെ വഴി എത്ര വിദഗ്ധമായി കൗശലമായി നീ ചേലാക്കിയെടുക്കുകയാണ്. വായിക്കാം. അതുകൊണ്ട് നീ ദുർനടത്തുകാരികളെയും നിന്റെ സന്താനങ്ങളെപ്പോലും, കേട്ടോ, ഇത് വിശ്വാസികൾ മാത്രമല്ല വേലക്കാരും ചെയ്ത് പണിയതാണ്. ഇന്ന് കൃപ നഷ്ടപ്പെട്ടു പോയ വേലക്കാർ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയ വേലക്കാർ വിശ്വാസ ഭവനങ്ങളിലും, ഒരു സഭ മാത്രമല്ല എല്ലാ പെന്തിക്കോസിലും. പിന്നെ കാശുണ്ടാക്കണം, സുഖജീവിതം ചെയ്യണം, സന്തോഷമായി ജീവിക്കണം, മക്കളെ ആത്മീയരാക്കുകയല്ല. സുവിശേഷ പ്രവർത്തകർ പോലും തന്നെ മക്കളെ ആത്മീയരാക്കുകയല്ല. അവരെല്ലാം ലോകപരീക്ഷയെക്കാളും സ്പീഡിൽ പഠിപ്പിച്ച് വലിയവരാക്കി തീർക്കണം. നമ്മുടെ ഇടയിലുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് വീണുപോയ, അല്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ട് വിശ്വാസമായിട്ട് തങ്ങുന്നവർ സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രേമം അന്വേഷിക്കണം, സൗഹാർദ്ദം ഉണ്ടാകണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, താൽക്കാലിക ആനുകൂല്യങ്ങൾ വേണം. അതിനുള്ള തന്ത്രവും സൂത്രവും ഉപയോഗിക്കുക മാത്രമല്ല, തൻ്റെ പിൻവരുന്നവരെ പോലും ഈ ദുർശീലങ്ങൾ ശീലിപ്പിക്കുന്ന പദ്ധതി ചിലരിൽ നമ്മുടെ ഇടയിൽ പോലും ഉണ്ട്. ഞങ്ങളതിനെയൊക്കെ നേരിടുന്ന കൂട്ടത്തില്ല. അതുകൊണ്ടായി പറയുന്നത്. അവർക്ക് ഞങ്ങളെയും പിടിക്കത്തില്ല,
ഞങ്ങളോട് അവർക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. സുവിശേഷ വേലക്കാർ തന്നെ ചുരുക്കം ചിലരങ്ങനെ ഉണ്ട്. വൈശ്യ പ്രേമം അന്വേഷിക്കേണ്ടതിന് പ്രേമം അന്വേഷിക്കേണ്ടതിന് നീ നിന്റെ വഴി എത്ര ചേലാക്കുന്നു, എത്ര വിദഗ്ധമായിട്ട് നയചാതിര്യമായി സംസാരിച്ച് മനുഷ്യനോട് ഇല്ലാത്ത പ്രവചനവും അന്യഭാഷയും ഉള്ളതല്ല. രോഗശാന്തിയൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ഞങ്ങൾ 24 മണിക്കൂറും ഒരു പറഞ്ഞാൽ ഒരാൾ ഒരു പുതിയ ഒരു വിശ്വാസി കുറച്ച് നാളായി വിശ്വാസമുണ്ട് പെയ്ത്തോ കയറി വന്ന് ഞങ്ങൾ 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് എഴുന്നേറ്റ് പോയതാ. ഇങ്ങനെ മനുഷ്യൻ്റെ തട്ടിപ്പ് നടത്തുന്നത് CPM പോലും ഉണ്ട്. ഉദ്ദേശിമാരും ചിലരുണ്ട്, സഹോദരിമാരും ചിലരുണ്ട്. ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ നടത്തിപ്പുകാരെ ദൈവം അയച്ചില്ലെങ്കിൽ അവരും നശിക്കും, സഭയും നശിക്കും. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം. അതാണ് കൊയ്ത്ത് വളരെയുണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. നല്ല വേലക്കാരെ വേണം. ചുമ്മാ പറയണം കുപ്പായിട്ട് ഇറങ്ങിക്കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ദൈവത്തെ അനുസരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് ദൈവവചനം പറയുന്നവരെ നോക്കണം. പ്രേമം അന്വേഷിക്കേണ്ടതിന് പ്രേമം അന്വേഷിക്കേണ്ടതിന് നീ നിന്റെ വഴി ചേലാക്കുന്നു, അതുകൊണ്ട് നീ ദുർനടത്തുകാരത്തികളെയും നിന്റെ വഴികൾ പുത്രി, നിന്നെ പോലെ തന്നെ നിന്റെ കൂടെയുള്ളവരെ മക്കളെയും കൂട്ടുവേലക്കാരെയും നീ അതുപോലെ തന്നെ പരിചയിപ്പിക്കുന്നു. അല്ലെങ്കിൽ മറ്റു ബന്ധുക്കോസിലുണ്ടല്ലോ, എത്ര എണ്ണം ഉണ്ടല്ലോ സ്വന്തം മക്കളെ തെരുവിലിറക്കുന്ന പാഷന്മാരുമൊക്കെ ഗുസ്തിയും ബഹളവും രാഷ്ട്രീയവും ഒക്കെ കളിക്കുന്നു. എല്ലായിടത്തും ഉണ്ട്. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം തമ്പുരാൻ അവസാനം ഇതിനെല്ലാം കണക്ക് വാങ്ങിക്കുന്ന സമയമുണ്ട്. വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. ഇരമ്യ 2:5 വായിച്ചേ. അല്ല 3:1-2 ഇപ്പോൾ വായിച്ചേ. ഇരമ്യ 3:1-2 വായിക്കാം. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു ഇസ്രായേൽ ജനം മലിനപ്പെട്ടതിന്റെ കാരണമായി പറയുന്നേ ഈ പാപം നമ്മുടെ മധ്യേ ഉണ്ടെന്ന് നോക്കിയോണം, ഉണ്ടെങ്കിൽ തിരുത്തിക്കോണം. അതാണ് വിഷയം. വായിക്കാം. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷൻ ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുന്നില്ലയോ? അത് മലിനപ്പെട്ടു പോകും. മനസ്സിലാവുന്നു? മലിനപ്പെട്ടു പോകും. ഈയുടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരു ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ സ്വീകരിച്ച ഒരാളെ പറ്റി പരസ്യമായി പറഞ്ഞു കേട്ടില്ലേ? അവരുടെ മതവും പറയുന്നത് അത് മലിനപ്പെട്ടു പോയി, അത് വ്യഭിചാരഭാവമാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ക്രിസ്തീയ ഉപദേശത്തിലും. മലിനപ്പെട്ടു പോവുകയാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ വ്യവസ്ഥയില്ലാത്ത തലയണയുടെ കവർ മാറുന്ന പോലെ ഭാര്യയും ഭർത്താവിനെ സ്വീകരിക്കുന്ന ദേശം മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഹോമോസെക്സ്വാലിറ്റി, ആണും പെണ്ണും സന്താന ഉൽപ്പാദനത്തിന് വേണ്ടി ബന്ധപ്പെടണമെന്നുള്ള ദൈവ പദ്ധതി മാറി ആണിനോടും പെണ്ണിനോടും കൂടി കല്യാണം കഴിച്ച് ജീവിക്കാൻ സുപ്രീം കോർട്ട് വരെയും അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ ദേശം മലിനപ്പെടുന്നു. ഈ ആത്മാവ് നമ്മുടെ ഇടയിലും കയറും, സൂക്ഷിച്ചോണം. അതാണ് മലിനതയുടെ ഒരു ഭാഗം. പിന്നെ വായിക്കാം, അതിൻ്റെ 5-ാം വാക്യം വായിച്ച്. 3:5. അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ? അവൻ സദാകാലം ദോഷം വെച്ചു കൊണ്ടിരിക്കുമോ? എന്നിങ്ങനെ നീ പറഞ്ഞു ദുഷ്ടതകളെ പ്രവർത്തിച്ചു നിനക്ക് സാധിച്ചുമിരിക്കുന്നു. ദുഷ്ടതയെ പ്രവർത്തിച്ച് ദൈവത്തെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ ചെയ്യുന്നത് ദുഷ്ടതയാണ്. പക്ഷെ ഞങ്ങളുടെ ദൈവം ആ ദൈവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ദോഷപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സമൂഹം, അത് മറ്റൊരു മലിനത. പിന്നെ വായിച്ച് 4:14 വായിച്ച്. 4:14. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അകൃത്യം വെച്ച് ദുഷ്ടത വെച്ചുകൊണ്ട് വേഷഭക്തി കാണിക്കരുത്. നിന്റെ ദുഷ്ടതയെ കഴുകിക്കളയുക. പിന്നെ നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇരിക്കും. 6:2 വായിച്ച്. ഇരമ്യ 6:2-ഉം 6:13. സുന്ദരിയും സുഖഭോഗിനിയായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. സുന്ദരിയും സുഖഭോഗവും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. സൗന്ദര്യം. 70 വയസ്സായ കിളവിമാരും പോയി ബ്യൂട്ടി പാർലറിൽ ചെന്ന് മേക്കപ്പ് ചെയ്ത് പിരിയവും പഠിച്ച് വേണ്ടാത്ത ഡൈയും ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങും. ഈ ഞരമ്പ് രോഗികൾക്കറിയാവോ ഇത് 70 വയസ്സുകൊണ്ട് കിളവിയാണെന്ന്. അതിനെ കയറി പീഡിപ്പിക്കും. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ കിളവിയെ പീഡിപ്പിച്ചു. നീ കിളവിയാണെങ്കിൽ കിളവിയുടെ വേഷത്തിൽ പോവും, കൊച്ചു പിള്ളേരായിട്ട് ജീവിക്കാതെ. മനസ്സിലാവുന്നു? അതുപോലെ കിളവന്മാരും നിന്റെ മുടി നരച്ചെങ്കിൽ അതൊരു ഐശ്വര്യമെന്ന വേദോത്വം പറഞ്ഞല്ലയോ? അത് നീ എന്തിനെ കടപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? അപ്പം നീ പരീക്ഷയിൽ അകപ്പെടും. മനസ്സിലാവുന്നു? ഇതെല്ലാം ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന നിയമത്തിനെതിരായിട്ടാണ് ഓരോന്നും കാണിക്കുന്നത്. സുന്ദരിയും പിന്നെ സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. ആത്മീയ ഗോളത്തിലും സുവിശേഷ വേലക്കാരുടെയിലും ആഡംബരങ്ങൾ യോഗ്യമായത് ചെരിപ്പിടണം.
അത് തത്തിത്തീണൊക്കെ ചെരുപ്പാകരുത്, അതാണ് ഹൈ ഹീൽഡ്. ഇനി അതിൻ്റെ പുറത്ത് എന്തെല്ലാം വേഷങ്ങളായി ഈ ചെരുപ്പിൻ്റെ പുറത്തുള്ളത്. കാശ് കൊടുത്ത് വാങ്ങി 3 ദിവസം ഇടും, കളയും. ഞാൻ എത്രയോ ഫെയ്ത്തോയിൽ ചെന്ന് രണ്ട് ഇവിടെ തന്നെ വന്നപ്പോൾ 3 ചെരുപ്പ് കിടന്നു. അത് 3ഉം കഴുകി രണ്ടാമത് ഡെറ്റോളിനകത്തിട്ട് ഒന്നുകൂടെ കഴുകി പിന്നെ ഒന്നുകൂടെ കഴുകി കഴിഞ്ഞപ്പോൾ ശരിയായി. 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന 2 ചെരുപ്പ് അതാണ്. മനസ്സിലായോ? 2 ചെരുപ്പ് അതാണ്. പിന്നെ ഷർട്ട് ഞാൻ പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യം, ചെല്ലുന്നിടത്തൊക്കെ ഇട്ടിട്ട് പോകും ആൾക്കാർ. നമ്മളത് വെട്ടിയെടുത്ത് ആഫാക്കും. പിന്നെ ഇവിടെ എന്തിനാണ്? പക്ഷേ ഒരു കാര്യം, ഒന്ന് ഡെറ്റോളി മുക്കി എടുക്കും കേട്ടോ. ഡെറ്റോളി മുക്കി ഒരു ദിവസം വെച്ചിട്ട് ഏത് ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണും. പുതിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ അറിയുന്നത്, അല്ലയോ? ഇല്ലെങ്കിൽ ഒരു കീറൽ കാണും. അതൊരു അന്തസ്സല്ല ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ അച്ചായന്മാർ 10ഉം 18ഉം കീറിലിട്ടുകൊണ്ട് നടന്ന് ഉടുപ്പിട്ടുകൊണ്ട് ദൈവത്തെ വേല ചെയ്തതിൻ്റെ ഭാഗ്യം കിട്ടുള്ളൂ. ഇന്ന് 2 കീറിയിട്ടാൽ, ഇല്ലയോ? കീറൽ വരട്ടെ, തയ്ച്ചിടണം. ഞാൻ ചിലപ്പോൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചില എന്തോ ഭാഷ ഇത്, ഞാൻ ചെന്നാ പറ്റി. അല്ല, ഈ കീറല് അതൊരു സുഖമല്ലേ, ഡിസൈനാണ്, എംബ്രോയ്ഡറിയാണ്. എന്നാ ചെയ്യാന്ന് പറ. സുന്ദരിയും വായിച്ചേ. സുന്ദരി സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ. കുന്നൂരിലൊരു മദർ ഒരു സഹോദരി വിസിറ്റിങ്ങിന് പോയി. ഈ സഹോദരിയുടെ മുടി നരച്ചു, ചെറുപ്പക്കാരിയാണ്. മദറമ്മച്ചിക്കൊരു പ്രയാസം. ഈ കൊച്ചു പെണ്ണിനെ ഈ മുടി നരച്ചുകൊണ്ട് പോകുന്നതിന് പകരം അവരൊരാൾ വേണ്ടി ഡൈ ചെയ്യിച്ചു. മദ്രാസുകാർ വന്ന് ഇങ്ങ് പോരാൻ പറഞ്ഞു. ഇവിടെ വന്ന് ഇരുമ്പല്ലൂർ വന്ന് അടയാർസന. അപ്പം വേലക്കാരിൽ പോലും ഈ ദുഷ്ടാത്മാവ് കയറുകയാണ്. സുന്ദരിയും വായിച്ചേ. സുന്ദരി സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ. സിയോൻ പുത്രിയെ. അത് വിശ്വാസത്തിലുണ്ട്, വേലക്കാരുമുണ്ട്. വായിക്കാം. അതില് സുന്ദരി സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചു കളയും. ഞാൻ മുടിച്ചു കളയും. ഒടിച്ചു കളയും. ഏതാ? ഒടിച്ചു കളയും. ഇതിനൊന്നും വെച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെ ഭൂമിക്ക് ശാപമായി തീരും. ഇതിനൊക്കെ അനുവദിച്ചാൽ മറ്റുള്ളവരോട് പഴിച്ചു പോകും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ തന്നെ ശത്രുവായി തീരരുത്. എവിടെ എഴുതിയിരിക്കുന്നത്? വിലാപങ്ങൾ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5 കർത്താവ് ശത്രുവിനെ പോലായി. 2:5 കർത്താവ് ശത്രുവിനെ പോലായി. നോക്കണം, ഇത് ഇടയാക്കരുത്. കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളും വേലക്കാരും ആരായി മാറരുത്? തമ്പുരാൻ നമ്മുടെ ശത്രുക്കളായി മാറരുത്. കുടുംബം പിശാച് കയറി അങ്ങ് നിരങ്ങും. കർത്താവ് പിടിച്ചു പോയാൽ വിശ്വാസം വിട്, പിശാച് കയറി അങ്ങ് നിരങ്ങും. പൂജയുടെ വേലക്കാർ സൂക്ഷിച്ചോണം. ഇപ്പോൾ കാശുണ്ട്, പ്രതാപമുണ്ട്, പേരുണ്ട്, കൈ കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് വേണ്ടാത്തതെല്ലാം ഉപയോഗിച്ച് സുന്ദരിയും സുഖഭോഗിനിയായിട്ട് വേലക്കാർ മാറിയാൽ, വിശ്വാസികൾ മാറിയാൽ ദൈവം തമ്പുരാൻ നിൻ്റെ ശത്രുവായിട്ട് മാറും. മനസ്സിലായോ? സോദോമിൻ്റെ പാപം കയറും. സോദോമിലെ പാപം നമ്മുടെ മധ്യേ കയറും. അതില്ലാതിരിക്കണമെങ്കിൽ ആ പഴയ വിശുദ്ധന്മാർ കാണിച്ചു തന്ന വഴികളെ അന്വേഷിച്ച് പോകണം. ഏതാ വഴി? ഇരിമേപ്പുറവൻ 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നല്ല വഴിയെന്ന് ചോദിച്ചു മതി. ഇപ്പോൾ പലയിടത്തും ഇല്ല, സൈൻ ബോർഡെല്ലാം എടുത്ത് കളഞ്ഞു. പലയിടത്തും ഉണ്ടായിരുന്ന സൈൻ ബോർഡ് കഴിഞ്ഞു. അതുകൊണ്ട് നീ ചോദിക്കണം. നീ ആഗ്രഹിക്കുന്നവനെ അന്വേഷിക്കുന്നവനെങ്കിൽ ഏതാ വഴി നീ ചോദിക്കേ. അപ്പോൾ ദൈവം നിന്നെ കാണിച്ചു തരും. വായിക്കാം. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. നോക്കണം. അതുകൊണ്ട് കരയണം. നാം ബദ്ധന്മാരാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ മാലിന്യ സ്വഭാവങ്ങൾ, ജഡിക സ്വഭാവങ്ങൾ, പ്രാകൃത സ്വഭാവം നമ്മളുണ്ട്. ഇല്ലെന്ന് ആരും പറയരുത്, ഞാൻ ഉൾപ്പെടെ. ഏതെങ്കിലും ഒന്ന് ദ്രവ്യാഗ്രഹം, അല്ലെങ്കിൽ ജഡസ്നേഹം, ഇല്ലെങ്കിൽ ഞാനെന്ന ഭാവം, ഇതിലേതെങ്കിലും അവശേഷിക്കാത്ത ഒരു മനുഷ്യൻ ലോകത്ത് കാണത്തില്ല. അതുകൊണ്ട് ഒഴിഞ്ഞു തീരുമ്പോഴേയും നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കണം, കരയണം. കരച്ചിൽ മാറരുത്. ആ കരച്ചിലിനാണ് നമുക്ക് വിലയുള്ളപ്പോൾ. യാത്രയുടെ യാമങ്ങളിൽ അവൻ്റെ സന്നിധിയിൽ കരയണം. 62-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ജനമേ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. വായിക്കാം. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുക. അങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പ്രമോഷൻ അല്ല കിട്ടുന്നത്. നാം വീണ്ടും ദൈവത്തിന് സ്വന്തമായി തീരണമെങ്കിൽ, എളിമപ്പെട്ട ജനമായി തീരണമെങ്കിൽ, നമ്മുടെ അഹങ്കാരവും നികളവും സുഖഭോഗനിയും ഇതെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ ദൈവം പറഞ്ഞെന്താ? നീ നഗരം വിട്ട് വയലിൽ പാർത്ത്
ബാബേലിലേക്ക് പോകേണ്ടി വരും. വായിച്ച ആ വാക്യം എവിടെ എഴുതിയിരിക്കുന്നത്? 4:10. മീഖ 4:10 വായിച്ച്. മീഖാ പ്രവചനം 4:10. സിയോൻ പുത്രിയെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ. ഒരു ഈറ്റുനോവുണ്ടായിരിക്കും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ഒരു സന്തതിയെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഈറ്റുനോവുള്ളതുപോലെ ദൈവത്തിൻ്റെ ജനമായ വിശ്വാസികളും വേലക്കാരും ഏത് പെന്തിക്കോസുകാരും ആയിക്കോട്ടെ, എല്ലാ പെന്തിക്കോസുകാർക്കും ഈ ദൂത് അനിവാര്യമാണ്. എന്ത് ചെയ്യണം? ഒരു ഈറ്റുനോവിൻ്റെ, നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് അവിടെ ഈറ്റുനോവ് പതുക്കെ അങ്ങ് തുടങ്ങും. തുടങ്ങി വലിയ നിലവിളിയാകും. ചിലപ്പോൾ പ്രസവ വാർഡിലേക്ക് ഭയങ്കര വലിയ നിലവിളി കേൾക്കാൻ കഴിയും. എന്താ കാരണം? അത്രകളുടെ പ്രസവവേദന അനുഭവിക്കുന്നവരുണ്ട്. വീണ്ടും വായിച്ച വാക്യം. സിയോൻ പുത്രിയെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. വേദനപ്പെട്ട് നിലവിളിക്കുക. എന്താ കാരണം? ഒരാൺകുട്ടി നമ്മളിൽ ഉരുവായി പ്രസവിക്കേണ്ടത് സമയം കഴിഞ്ഞു ആയിരിക്കുകയാണ്. വെളിപ്പാട് സംബന്ധം വായിക്കുമ്പോൾ സ്ത്രീ നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി സിംഹാസനം വായിച്ച് വെളിപ്പാട് 12:4-5. അവൾ സകല ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും. അതിന് മേളി വായിക്കുമ്പോൾ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ അല്ലേ വേദനിച്ച്. അത് വായിച്ചേ. അവൾ ഗർഭിണിയായി നോവ് കിട്ടി. ഗർഭിണികൾക്ക് ചില പഥ്യമുണ്ട്, അതറിയാമോ? സാധാരണ സ്ത്രീകളെ പോലെ ഗർഭിണികൾ നടക്കാൻ പാടില്ല. ഓരോ മാസത്തിലും പണ്ട് വല്യമ്മച്ചിമാർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്തോ ഡോക്ടർമാർ പറയുന്ന പോലല്ല. അവർക്ക് സ്കാനിങ്ങും വേണ്ടായിരുന്നു, എൻഡോസ്കോപ്പിയും വേണ്ട, ഒന്നും വേണ്ട. അവർക്കറിയാം, വയറ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇന്നതായിരിക്കണം, ഇന്നത് കഴിക്കണം, ഇങ്ങനെ ഉറങ്ങണം, എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ നാം ഒരു ആൺസന്തതിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ അകത്തുനിന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടേണ്ട സിയോൻ യെരൂശലേം എന്ന് പറയുന്ന ജയം പ്രാപിച്ച ആൺകുട്ടിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ നടക്കാൻ പാടില്ല. ഡോക്ടർമാർ പറയത്തില്ലേ, സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിച്ച് വേണം, പീടി കാല് വെക്കല്ലേ. അപ്പോൾ വളരെ നിദാനമായി പോകേണ്ട ഒരു കാലമാണ്. എന്താ കാരണം? നമുക്കുള്ളൊരു ആൺകുട്ടി ഉരുവായി പൂർണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ഗർഭിണിയായി വേദനപ്പെട്ട് നിലവിളിച്ചു. ഈ നിലവിളിയാണ് നമുക്കുണ്ടാകേണ്ടത്. ആത്മാക്കൾ വരുന്ന നിലവിളി മാത്രമല്ല, നമ്മുടെ പൂർണ്ണതയ്ക്കായിട്ടൊരു നിലവിളി നമുക്കുണ്ടാകണം. ആ നിലവിളി ശക്തമായിട്ട് ഉയരണം. അപ്പോൾ നമുക്കറിയാം, കരച്ചിൽ സന്തോഷമായിട്ട്, വിലാപം നൃത്തമായിട്ട് മാറും, കഷ്ടത കിരീടമായിട്ട് മാറും. ഈ സമയമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇവിടെ വായിക്കുന്നില്ല, വായിച്ച് മീഖ വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. സിയോൻ പുത്രിയെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്കുക. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. നഗരം വിട്ട്, അതിൻ്റെ അർത്ഥം നഗരത്തിലെ ജീവിതമല്ല നമുക്കിപ്പോൾ ആവശ്യം. ആ നഗരത്തിലെ ആർഭാട ജീവിതം, ആഡംബര ജീവിതമല്ല നമ്മൾ ഉപേക്ഷിക്കണം. ഉത്തമഗീതത്തിൽ മണവാളനോട് പറയുന്നത് 8:12 തോന്നില്ലയോ? പ്രിയ വരിക, നാം വെളിപ്രദേശത്ത് പോയി താമസിക്കുക, വയലിൽ രാപാർക്കാം. വായിച്ച വാക്യം 8:12 പ്രിയ വരിക, നാം വെളിപ്രദേശത്തിൽ പോകാം, അവിടെ രാപാർക്കാം എന്ന് പറയുന്നില്ല. വീട്ടിലാണോ? വീട്ടിലോ? 7-ാം അധ്യായം 12-ാം വാക്യം. പ്രിയ വരിക, നാം വെളിപ്രദേശത്ത് പോകുക. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ നശിച്ചു പോകുന്ന ലോക സൗഭാഗ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. അതുകൊണ്ട് ദേശം വിട്ടു പോകാനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വേർപാടും ഒരു ത്യാഗജീവിതവും ഒരു എളിമ ജീവിതം നമുക്ക് ആവശ്യമാണ്. വായിക്കാം. ഗ്രാമങ്ങളിൽ ചെന്ന്, ഗ്രാമങ്ങളിൽ എപ്പോഴും ഒരു സിൻസിയോറിറ്റി ഉണ്ട്, കാപഠ്യമില്ല. ഗ്രാമത്തിലെ മനുഷ്യനുണ്ടില്ലേ, ഒരു സംഭവം ഉണ്ടായി ഓടി വരും. ഫ്ലാറ്റിൽ താമസിക്കുന്നതിനോ അനങ്ങത്തില്ല. ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് അടുത്തവരെ പോലും അറിയത്തില്ലല്ലോ. ഒരു ഗ്രാമത്തിൽ പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഓടി വരും. അവർ ഈ വ്യാജ സംസാരമൊന്നുമില്ല, എല്ലാവരും വളരെ ക്ലോക്കൽ, വലിയ വ്യാകരണമൊന്നും ഇല്ലെങ്കിലും നേരെ വാ പോകും. അതാണ് ഗ്രാമജീവിതത്തിൻ്റെ സ്വസ്ഥത. അതുകൊണ്ടാണ് മണവാട്ടി പറയുന്നത് ഇതൊന്നും വേണ്ട, വീണ്ടും നമുക്ക് ആ എളിമത്തെ ജീവിതം, ആ എളിമ ജീവിതത്തെ നമുക്ക് തിരഞ്ഞെടുക്കാമെന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, അതിന് 3 ഘട്ടമാണ്. 1, നഗരത്തെ വിടണം. 2, വൈശ് നീ നഗരത്തെ വിട്ട് ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ നഗരം വിട്ട്, അതായത് ഇന്ന് കാണുന്ന ഈ സുഖജീവിതങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കണം. വീണ്ടും ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എളിമത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നഗരത്തെ വിട്ട് ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത്. വയലിൽ
വയലേതാ? ദൈവരാജ്യം. വീണ്ടും ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കണം. പക്ഷേ വീണ്ടും നിന്നിലുണ്ടായിരുന്ന കുറേ കാലങ്ങൾ കൊണ്ട് നീ സമ്പാദിച്ചിരുന്ന ചില ദുഷ്ടതയും ചില ദൈവഹിതമില്ലാത്ത സ്വഭാവങ്ങൾ മാറ്റി കിട്ടാൻ ഒരു പ്രവാസത്തിൽ നിന്നെ വിടും. ആ പ്രവാസം എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ്. ഏതെങ്കിലും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നടത്തും. ചിലരെ നമുക്കെതിരായിട്ട് മാറ്റും. ചില ജോലി സ്ഥലങ്ങളിൽ ചില ഉദ്യോഗസ്ഥന്മാർ നമുക്ക് എതിരായി വരും. സഭയിൽ ചിലരെതിരായി വരും. അയലോക്കാരും എങ്ങനെയായാലും ചിലപ്പോൾ ശാരീരികമായ ക്ലേശങ്ങളായിരിക്കും. ഒരു ക്യാപ്റ്റിവിറ്റി നമുക്കുണ്ട്. ആ ക്യാപ്റ്റിവിറ്റി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. നഗരത്തെ വിട്ട് വീണ്ടും വായിച്ചേ. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നിന്റെ ആ ക്ലേശപരമായ ജീവിതം മാറിക്കഴിയുമ്പോൾ ഞാൻ നിന്നെ വീണ്ടും 11 വാക്യം വായിച്ച് 4:11. ഞങ്ങളുടെ കണ്ണ് സിയോനെ കണ്ട് രസിക്കേണ്ടതിന് അവൾ മലിനായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഈ കാലങ്ങളിൽ മറ്റുള്ള നിന്നെ ആക്ഷേപിക്കും. കണ്ടോ, അവനാരും പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ദാരിദ്ര്യവാൻ, അവന് ക്ലേശം മാത്രമേ ഉള്ളൂ, കഷ്ടതയേ ഉള്ളൂ, അവൻ്റെ ഞങ്ങളൊക്കെ ഇങ്ങനെ സുകുമാരന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഇവൻ ക്ലേശം അനുഭവിക്കുന്നു, അവനെ നോക്കാൻ ആളില്ല. ഈ ആക്ഷേപങ്ങൾ നിങ്ങളുണ്ടാകും. അവർ മലിനമായി തീരട്ടെ, ഇല്ലാതായി തീരട്ടെ എന്ന് ഈ കൃപ നഷ്ടപ്പെട്ട വിശ്വാസികളും വേലക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരും നിന്നെക്കുറിച്ച് ആക്ഷേപിക്കും. ഭയപ്പെടണ്ട. അതിന് താഴെ പറയുമ്പോൾ മീഖായിൽ തന്നെ പറയുന്നില്ലേ, നിൻ്റെ കൊമ്പിനെ ഞാൻ ഇരുമ്പും കുളമ്പ് താമ്രമാക്കി മാറ്റും. 4 എത്രയാ? 11-13 വായിക്കാം. നോക്കുക, നീ ആക്ഷേപങ്ങളെല്ലാം സഹിച്ച് നിന്റെ ക്ലേശങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ ദൈവം നിന്നെ പുത്തൻ ഉണർവോടെ സന്തോഷത്തോടെ ശക്തിയോടെ എഴുന്നേൽപ്പിച്ച് വരും. നീ എഴുന്നേറ്റ് മെതിക്കാൻ പറയുകയാണ്. എൻ്റെ അർത്ഥം എന്താ? മെതി 2 കാര്യങ്ങളാണ്. ഒന്ന് മെതിച്ചാൽ ധാന്യം കിട്ടും, പിന്നെ മെതിച്ചാൽ കച്ചിയും കവിടെയെല്ലാം മാറിക്കിട്ടും. വേർതിരിവിൻ്റെ ഒരു അനുഭവം. നീ എഴുന്നേറ്റ് മെതിക്കുക. വായിക്കാം. ഞാൻ നിൻ്റെ കൊമ്പ്, നിൻ്റെ ശക്തിയെ കാണിക്കുകയാണ്. ഞാൻ നിൻ്റെ കൊമ്പിനെ ഇരുമ്പും നിൻ്റെ കുളമ്പുകളെ താമ്രമാക്കി. നീ പോകുന്നിടത്ത് ഒരിക്കലും നിനക്ക് പരാജയം വരത്തില്ല. ഈ ഘട്ടം കഴിയണം. ഈ ഘട്ടം കഴിയാതെ പേരിന് വിശ്വാസികളും വിലക്കായി ഇതിനെ വേഷം കാണിച്ചിരുന്നാൽ നോക്കത്തില്ല. നാം പകരപ്പെടണം. നമ്മൾ വീണ്ടും താഴേക്ക് വരണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല, ഉത്തമഗീതത്തിൽ വായിക്കുന്നു. പ്രിയോട് പറയുന്നു, എന്താ പറയുന്നത്? നീ ഇവകളെയൊക്കെ വിട്ട് പുള്ളിപ്പുലിയുടെയും ഇതിൻ്റെ എല്ലാം സങ്കേതത്തെ വിട്ടിട്ട് എന്ത് ചെയ്യണം? 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ച്. 8-ാമോ? എൻ്റെ പ്രിയ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. പിന്നെ കാന്തേ, ലെബനോനെ വിട്ട് 4-ാം വാക്യം വായിക്കാം. എൻ്റെ പ്രിയ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. നീ സുന്ദരിയായി തീർന്നേ. ഈ പ്രവാസകാലം കഴിഞ്ഞ് നിൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളെല്ലാം നീ ക്രിസ്തുവിൽ മരിപ്പിച്ച് നീ വീണ്ടും ക്രിസ്തുവിൻ്റെ കാന്തയായി ആ മണവാട്ടി തിരഞ്ഞെടുത്ത പോലെ ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കുന്നൊരനുഭവം. എളിപ്പപ്പെട്ട ജനത്തോട് ജീവിക്കുക, എളിയ കാര്യങ്ങൾ ചിന്തിക്കുക. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ ആ മുഖത്തിൻ കീഴിൽ നമ്മൾ വീണ്ടും വരിക. ആഡംബരവും ആർഭാടവും ഈ ലോകത്തിൻ്റെ ഐശ്വര്യമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ഹംബിൾ ആൻഡ് സിമ്പിൾ ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രിയേ, നീ സർവാംഗ സുന്ദരിയാണ്, സർവാംഗ സൗന്ദര്യം. പിന്നെ അടുത്തത്, കാന്തേ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ. ലെബാനോനെ, അത് ലെബാനോൻ ഐശ്വര്യത്തെ കാണിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഐശ്വര്യമാണ് ലെബാനോൻ. പിന്നെ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക. അമാനമുകളും അമാന പർവ്വതം, നിനക്ക് പ്രശസ്തി ഉണ്ടാക്കി തന്നൊരു പർവ്വതമാണ് അമാന പർവ്വതം. ഇതൊക്കെ തനിയെ വിവരിക്കേണ്ട വിഷയമാണ്. അമാന പർവ്വതവും പിന്നെ സെനീർ, ഹിർമോൾ, സെനീറിലെ സർവവൃക്ഷം വാദ്യത്വ ഘോഷങ്ങളുള്ള സ്ഥലങ്ങളാണ്. സെനീർ, ദാവീദ് തൻ്റെ വാദ്യത്വ ഘോഷ ഉപകരണങ്ങളിലൊക്കെ ഉണ്ടാക്കിയ സെനീറിലെ സർവവൃക്ഷം കൊണ്ടാണ്. ദേവാലയത്തിന് തളവിടുമ്പോൾ സെനീറാണ്, അതായത് നൃത്തഘോഷങ്ങൾ, ആ സൗഭാഗ്യ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗം. ഇതെല്ലാം ഉപേക്ഷിക്കുക. അടുത്ത് സെനീർ, ഹെർമോൻ, കൊടുമുടികളും ഹെർമോൻ ഇതേ കാണിക്കുന്നു. കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഒരു ഉയർന്ന ജീവിതം ചെയ്ത കാലങ്ങളുണ്ട്. പക്ഷെ കൂട്ടായ്മയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നീ നോക്കണ്ട, അത് വിട്ട് വെളിയിൽ വരിക. പിന്നെ പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും പുള്ളിപ്പുലികൾ, അതിൻ്റെ അർത്ഥം തന്നെ പുള്ളിപ്പുലി തൻ്റെ പുള്ളിയും സ്വയപ്രശംസക്കാർ ആത്മീയ കോളത്തിലുണ്ടല്ലോ. വേലക്കാലം വിശ്വാസങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ്, കഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു, അത് യോന്ന് ഇത് യോന്ന്, പിന്നെ എല്ലാം പറഞ്ഞില്ലേ. ദൈവത്തെ പ്രശംസിക്കുകയല്ല, പുള്ളിപ്പുലികൾ. പുള്ളിപ്പുലി തൻ്റെ ത്വക്കിൻ്റെയും പിന്നെ ക്രൂശൻ തൻ്റെ ഇല്ലയോ, ക്രൂശൻ തൻ്റെ ത്വക്കിനെയും പുള്ളിപ്പുലി തൻ്റെ പുള്ളിയെയും മറക്കുമോ?
അപ്പോൾ സ്വയപ്രശംസക്കാർ, ഞാനെന്നുള്ള അഹംഭാവമുള്ളവന്മാർ, ഇവനെയൊക്കെ വിടണമെന്നാ. പിന്നെ അടുത്തത് പുള്ളിപ്പുലിയെ സിംഹവിട്ടുകളെയും പുല്ലിപ്പുലികളെ പർവ്വതങ്ങളും വിട്ടുപോരുക. സിംഹങ്ങളുടെ ഗുഹ. അതിൻ്റെ അർത്ഥം എന്താ? സിംഹമാണല്ലോ ഭൂമിയിലെ രാജാവ്. ഈ ലോകത്തിലെ രാജാധിപത്യങ്ങൾ, ഈ സൗഭാഗ്യങ്ങളെല്ലാം വിടാനാണ്. ഓരോന്നിനും വിവരിക്കേണ്ട വിഷയമാണ്. താട്ട് വായിക്കാം. എൻ്റെ സഹോദരി എൻ്റെ കാന്തി, നിനക്കിനുള്ള വാസിക്കാൻ പറ്റിയ സമയമല്ലിത്. ഈ ലോകം എനിക്ക് അനുകൂലമല്ല. ഇതിനെല്ലാം വിട്ട് നീ പുറത്തു പോവാ. നിന്റെ സൗന്ദര്യം ഞാൻ കാണട്ടെ. 2:14 വായിക്കുമ്പോൾ, ഉത്തമഗീതം 2:14, പാറയുടെ പിളർപ്പിലും നോക്കണം. ഒരു കൂട്ടം ജനം ഇതിൻ്റെ മധ്യേ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നുകൊണ്ട് ക്രിസ്തുവിൽ പ്രാപിച്ചുകൊണ്ട് ജീവിച്ച് കർത്താവിൻ്റെ കാന്തയായി വരുന്നൊരു അനുഭവമുണ്ട്. വായിക്കാം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ. നോക്കണം, ആ പ്രാക്കൾക്ക് പറന്നു പോകാൻ സമയമായി. നോക്കണം, പ്രാവുകളെപ്പോലെ ചിറകുകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി. ഇത് ദാവീദ് ആഗ്രഹിച്ചു, കിട്ടിയില്ല, നമുക്ക് കിട്ടി. നമ്മുടെ ചിറക് എന്താ? വിശ്വാസവും പ്രത്യാശയും. 2 ചിറക് നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വാസത്തിലും പ്രത്യാശയിലും പറന്ന് നാം പ്രാക്കളെപ്പോലെ പറന്നുയരാൻ പോവുകയാണ്. പ്രാക്കളെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കളെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. എൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോക സൗഭാഗ്യ ജീവങ്ങളെല്ലാം വെറുത്തുകൊണ്ട് വീണ്ടും ക്രിസ്തുവിൻ്റെ താഴ്മയെ നാം ധരിക്കുക. അത് വരാതെ വല്ലതും സ്വയം തിരഞ്ഞെടുത്തില്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് ദൈവം എടുപ്പിക്കും, സർക്കാരിനെ എഴുന്നേൽപ്പിക്കും, ദേശത്തെ എഴുന്നേൽപ്പിക്കും, വീണ്ടും നിന്നെ കൂടാരങ്ങളിൽ പാർപ്പിക്കുമെന്നാണ്. ഇല്ലയോ? ഓശയാലങ്ങാണ്ട് വീണ്ടും നിന്നെ ഞാൻ കൂടാരങ്ങളിൽ പാർക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയെ വീണ്ടും എന്തു ചെയ്യും? അവരുടെ ബദ്ധതയിൽ നിന്ന് ആ ഞരക്കം കേൾപ്പാൻ ദൈവസന്നദ്ധരായിരിക്കും. ബദ്ധന്മാരുടെ ഞരക്കവും. വായിച്ച് ആ വാക്യം ഒന്നാണ്. 102 സങ്കീർത്തനത്തിൻ്റെ 21 വാക്യം വായിച്ച്. ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും. മരണത്തിന് നിയമിക്കപ്പെട്ടവര് പേടിക്കണ്ട. ഒരുപക്ഷെ നീ പലവിധമായ ബദ്ധതയിൽ, ഒരുപക്ഷെ പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ പ്രവാസത്തിൻ്റെയോ ബദ്ധതയിൽ നീ കഴിഞ്ഞാലും, എങ്ങനെ കർത്താവെ ഞാൻ രക്ഷപ്പെടും? എങ്ങനെ എനിക്ക് വിടുതലുണ്ടാകും? ആരെന്നെ സഹായിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെന്നെ വിടുവിക്കും? പേടിക്കണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിന് പ്രമാണം നിന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടിപ്പാൻ ശക്തനാണ്. കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന പത്രോസിനെ യേശു വലം കൈ കൊടുത്ത് അവൻ ഉയർപ്പിച്ച പോലെ ഉയർപ്പിക്കാൻ നിന്നെക്കൊണ്ട് കഴിയും. നീ വിശ്വസിക്കുക. ആ ദൈവം നിന്നെ വഴിയെ തള്ളിക്കളയില്ല. ഇത് ദൈവത്തിൻ്റെ കൂടെ ഒരു ഇതാണ്, ദൈവത്തിൻ്റെ കൂടെ ഒരു ഉദ്ദേശമാണ് നിന്നെ ഈ സ്ഥാനത്തുകൊണ്ട് നിർത്തുക. അതുകൊണ്ട് നീ തനിയല്ല, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നീ ഭയപ്പെടേണ്ട. നിൻ്റെ ബദ്ധതയും മരണശക്തിയിൽ നിന്നും ദൈവം നിന്നെ വിടിവിക്കാൻ ശക്തനാണ്. നീ ഒറ്റപ്പെടുമ്പോൾ ഒരുപക്ഷെ അല്പദുഃഖം കാണും. എല്ലാവരും വേർപെട്ട് തനിയെ ജീവിക്കുക, പേടിക്കണ്ട. 102 സങ്കീർത്തനം 6ഉം 7ഉം വാക്യത്തിൽ വായിക്കുമ്പോൾ, 102 104 മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും. നോക്കണം, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. മരുഭൂമിയിലെ വേഴാമ്പലിൻ്റെ വിശേഷത എന്താ? വേഴാമ്പലിന് വെള്ളം കുടിക്കണമെങ്കിൽ മഴ പെയ്തെങ്കിലും ഒക്കത്തില്ല. കാരണം ഇവിടെ ദ്വാരമുണ്ട്. ഈ ഈ കഴുത്തിൻ്റെ ഇവിടെ വേഴാമ്പൽ ദ്വാരമുള്ളതുകൊണ്ട് കുടിഞ്ഞു കുടിക്കാൻ ഒക്കത്തില്ല. കുളത്തിൽ എന്തുമാത്രം വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാൻ, മേളിൽ നിന്ന് വീഴുന്ന വെള്ളം. അതുകൊണ്ടാണ് മരുഭൂമിയിൽ മഴ പെയ്യാറേയില്ല വല്ലപ്പോഴും. ഇതായിരിക്കും അവസാന കാലഘട്ടങ്ങളിൽ ദൈവജനത്തിനുണ്ടാകും. എന്നാൽ നിന്റെ പ്രത്യാശ നീ കൈവിടരുത്. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും, പിന്നെ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. മൂങ്ങ എന്തുകൊണ്ടാണ് ശൂന്യസ്ഥലത്തേക്ക് പോകുന്നത്? അതിന് 2 മുഖം. അതിൻ്റെ മുഖം കണ്ടാൽ മൃഗവും, ഉടല് കണ്ടാൽ പക്ഷിയാണ്. അതുകൊണ്ട് പക്ഷിയുടെ കൂട്ടത്തിൽ ചെന്നാൽ അത് ഇതിനെ സ്വീകരിക്കത്തില്ല, കുത്തി ഓടിക്കും. മൃഗങ്ങളെടുത്തില്ല നോക്കുമോ? അതും പറ്റത്തില്ല. ഇങ്ങനെ 2നാലും വേർപെട്ട് ജീവിക്കും. ശരിയായൊരു വിശ്വാസി, ശരിയായൊരു വേലക്കാരൻ ശരിയായ ദൈവത്തോട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പെയ്ത്തോമിൽ തന്നെ ചിലർ കൊത്തി ഓടിക്കും, സഭയിൽ കൊത്തി ഓടിക്കും. കാരണം ഇവരോട് ചേരാനൊക്കത്തില്ല. ഇത് 3ാം ഗ്രേഡാണ്. മൃഗങ്ങളോട് ചേരാനൊക്കത്തില്ല, പക്ഷിയോട് ചേരാനൊക്കത്തില്ല, പിന്നെ ആരോടാ? അപ്പം ശൂന്യസ്ഥലത്ത് മൂങ്ങായെപ്പോലെ നീ വേർപെട്ട് ജീവിക്കേണ്ടി വരും. നീ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. നിൻ്റെ വീട്ടിൽ ചിലപ്പോൾ നീ ഒറ്റപ്പെടും, നിൻ്റെ സമൂഹത്തിൽ ഒറ്റപ്പെടും, നിൻ്റെ സഭയിൽ ഒറ്റപ്പെടും, ദേശത്തിൽ ഒറ്റപ്പെടും. പേടിക്കണ്ട. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കാന്തനുണ്ട്. കാന്തൻ വരാറായി.
അവൻ്റെ വെളിപ്പെടലിന് വേണ്ടി നീ ശൂന്യസ്ഥലത്തിൽ ഒന്നുമില്ലാത്തവരെ പോലെ ഇരിക്കുന്നെങ്കിലും നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന ഒരു മണവാളൻ നിന്നെ തേടി വരും. അടുത്തത്, ഞാൻ ഉറക്കൊളച്ചിരിക്കുന്നു, വീട്ടുമുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. തനിച്ചിരിക്കുന്ന കുരിയിൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞതല്ലേ, ഞാൻ മേപ്പാടത്ത് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഫെയ്ത്ത് ഒക്കെ പണിത് ടെറസ് ബിൽഡിങ്ങിൻ്റെ. ഇപ്പോൾ വൈകുന്നേരം ചിലപ്പം ഞങ്ങൾ അവിടെ കയറി പ്രാർത്ഥിക്കും. കുറച്ച് സഹോദരന്മാർ ലീവിനൊക്കെ വന്ന് പഠിക്കാൻ പോയ കുറേ ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വരികയും ഉപദേശം കേൾക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഭയങ്കര ക്രിക്കറ്റ് ബോളർമാരൊക്കെ ആയിരുന്നു, അതെല്ലാം വിട്ടിട്ട് ആത്മീയരായിത്തീരുന്നവർ. ഒരാൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് അടുത്ത നമ്മുടെ തന്നെ ഓടിൻ്റെ മേളിൽ ഒരു കുരിയിലിരിക്കുക. ഞങ്ങൾ ശ്രദ്ധിച്ചു, ഈ കുരിയിൽ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, പറക്കാൻ നോക്കുന്നു, പക്ഷെ പറക്കുന്നില്ല. അതെന്താ വെച്ചാൽ അങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇണ വരും, ഇണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇണയിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ഇണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഇണ വരാൻ വേണ്ടി അതിങ്ങനെ ആവലൂടെ കാത്തിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുറേ കഴിഞ്ഞ സമയത്ത് ഇണ വന്നു. ഇതൊരൊറ്റ പറക്കൽ. ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ ഇണ വരാറായി, ഇല്ലയോ? അപ്പം നമ്മളും ഈ നാളുകളിൽ കുറുകി നിരങ്ങി ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ഒരു പാട്ടില്ലേ, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിൻ ഇണവരാറാ, ആരും മരുവിൽ ഒരു തുണയില്ലം, ഒരു ഉരവും നീ നിനയരുതേ, ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ, ഒരുക്കാൻ പോയി വരുമെന്നുരച്ച കരുതിയതെല്ലാം നിനക്കല്ലയോ, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിൻ ഇണവരാറാ. അപ്പം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ മരുഭൂമിയിൽ എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ പാടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അതാണ് ഈ പാട്ടിൻ്റെയൊക്കെ വചനം. ധ്യാനിക്കാം, പിശാച് വരുമ്പോൾ എടുത്തിട്ട് വെട്ടാം. അങ്ങനെ ഈ കാലങ്ങളിൽ നാം തനിച്ചുള്ള ജീവിതത്തെ ആഗ്രഹിക്കണം. എന്ന് വെച്ചുകൊണ്ട് വീട് വിട്ട് പോകല്ല, മനസ്സുകൊണ്ട് വേർപെട്ട് ജീവിക്കണം. നമ്മളൊരു ഫെയ്ത്ത് ഹോം താമസിച്ചാലും നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ബാക്കിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. വീട്ടിലും പറക്കാൻ പോകുന്നവർ, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന ആരാ? തനിച്ചിരിക്കുന്ന കുരുവിയെപ്പോലെ. അപ്പോൾ തനിച്ചിരിക്കുന്ന കുരുവിയെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വേണം. തനിച്ചിരിക്കുന്ന കുരുവിയെപ്പോലെ. വീണ്ടും ആ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഉറക്കുളച്ചിരിക്കുന്നു, വീട്ടിൽ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. അവിടെ നിന്ന് ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് നോക്കിയോ കേട്ടോ. ശരി, വായിച്ചു. വീണ്ടും പേര്. ഞാൻ ഉറക്കുളച്ചിരിക്കുന്നു, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന തനിച്ചിരിക്കുന്ന കുരുവിയെ പോലെ. പിന്നെ ഇതുപോലെ ഒരനുഭവം നമുക്കുണ്ട്. ഈ അവസാന കാലങ്ങളിൽ ഇങ്ങനെയുള്ള വചനങ്ങളെ ധ്യാനിച്ച് വേർപെട്ട് ജീവിച്ചോണം. കർത്താവ് വരാറായി, പ്രവാസം മാറ്റിത്തരും. സിയോനിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സിയോനിൽ വിളിക്കപ്പെടുന്ന 3 അനുഭവങ്ങൾ. ഒന്ന്, സിയോനിൽ ജനിക്കണം, അല്ലേ? ഇവനും അവനും സിയോനിൽ ജനിച്ചു. ദിസ് ആൻഡ് ദാറ്റ് മാൻ ബോൺ ഇൻ, വായിച്ച വാക്യം ഒന്നാണ്. ഇവനും അവനും അവിടെ ജനിച്ചുവെന്ന് സിയോനെ കുറിച്ച് പറയും. ഇവനും അവനും സിയോനിൽ ജനിച്ചുവെന്ന് അവനെക്കുറിച്ച് പറയും. 87:5, ഇല്ലയോ? അടുത്തത്, അത്യുന്നതൻ തന്നെ അവനെ സ്ഥാപിച്ചിരിക്കുന്നു. അവളിൽ ജനിച്ചെന്നാണ് കേട്ടോ. ദിസ് ആൻഡ് ദാറ്റ് മാൻ ബോൺ ഇൻ ഹെയർ, അവളിൽ ജനിച്ചെന്നാണ്. അപ്പം അങ്ങനെ ജനിച്ചവരെ കർത്താവ് കൊണ്ടുവരും. നിങ്ങൾ ചിലരെ കർത്താവ് വിളിക്കാൻ പോവുക. കല്യാണം കഴിച്ചവരെയും യൗവനക്കാരെയും ചിലരെ സിയോനായി പണിതെടുക്കുവാൻ നിങ്ങൾ ചില വിളി ലഭിക്കാൻ പോവുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. 2, വൈശേ അവരെ എന്ത് ചെയ്യണം? വിളിക്കപ്പെട്ടവരെ സിയോനിലേക്ക് കൊണ്ടുവരും. ഇരമ്യ 3:14 വായിച്ചു. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുവനെയും വംശത്തിൽ 2 പേരെയും വിളിച്ച്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതമെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നവരെ
നമ്മുടെ ഉപദേശം, സത്യം, ഇതെല്ലാം കൊണ്ട് നമ്മളെ പണിതുകൊണ്ട് ആത്മാവിനാലും പിന്നെ ആത്മാവിലും വചനവും ഉപദേശവും കൊണ്ട് നമ്മളെ ദൈവം പണിതുകൊണ്ടേയിരിക്കും. 102 സങ്കീർത്തനം 15 വാക്യം വായിക്കാം. 102:15. യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷമാകുകയും ചെയ്യും. മീഖയുടെ പുസ്തകം 6:8 വായിച്ച്. മീഖ 6:8. അവിടെ പറയുമ്പോൾ നീ ഉപദേശത്തിന് വേണ്ടി വരാൻ പറയുകയാണ്. ഉപദേശത്തിന് വേണ്ടി നീ കടന്നു വരാൻ പറയുകയാണ്. വായിക്കാം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാൻ. മീഖ 6:8 ഇരമ്യ 6:8 വായിച്ച്. ഇരമ്യ പ്രവചനം 6:8. ഉപദേശം കൈക്കൊള്ളുക, അതിനാണ് ഉപദേശം. അപ്പോസ്തല പ്രവൃത്തി 2-ാം വാക്യം വായിക്കുമ്പോൾ 40 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശവും കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ കളയരുത്. വചനം കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ കാശുണ്ടാക്കാൻ പോകരുത്. വചനം കേൾക്കാൻ സമയമുള്ളപ്പോൾ സ്വന്തം സുഖജീവിതത്തിലേക്ക് പോകരുത്. ഇതൊക്കെ സ്റ്റോർ ചെയ്യണം. വീണ്ടും വായിച്ച വാക്യമൊന്ന്. പിരിയാതെയും പിന്നെ ആക്കാതെയും ഇരിക്കേണ്ടതിന് നീ എൻ്റെ ഉപദേശം കൈക്കൊള്ളും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കും യേശു പറഞ്ഞു. ആ വചനവും ഉപദേശവും അതാണ് നമുക്ക് ആവശ്യം. ഉപദേശം മാരി പോലെ പെയ്യുന്നതാണ്. ആവർത്തന പുസ്തകം 33:2 വായിക്കുമ്പോൾ വചനം മഴ പോലെയും ഉപദേശം മാരി പോലെയും പെയ്യുന്നൊരു സമയമുണ്ട്. എല്ലായ്പ്പോഴും കിട്ടുകയില്ല. വചനത്തിൻ്റെ ദുർലഭം. വചനം കേൾക്കാൻ സമയമില്ലാതെ വരും. അപ്പോൾ ഈ സമയങ്ങൾ ജോസഫ് ചെയ്തപോലെ ആ സമൃദ്ധിയുടെ കാലത്തിൽ അത് സ്റ്റോർ ചെയ്തോണം. എവിടെ? നമ്മുടെ ഉള്ളത്തിൽ. സിയോനെ ചുറ്റിയടന്ന് പ്രദക്ഷിണം ചെയ്യാൻ എൻ്റെ കൊത്തളങ്ങൾ നമ്മുടെ മനസ്സിൽ ഈ ഉപദേശങ്ങൾ സത്യങ്ങളെല്ലാം നിറച്ചെങ്കിൽ മാത്രമേ അടുത്ത തലമുറയോട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 48 വായിച്ചേ. സിയോനെ ചുറ്റിയടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ, വരുവാനുള്ള തലമുറയോട് അതിനെ വിവരിക്കണം. വായിച്ചേ. 48:12. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവിൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഠിനമേറിയ ഉപദേശങ്ങൾ കിട്ടും. നടത്തിപ്പ് ചിലപ്പോൾ കഠിനമായി വരും. അത് പേടിക്കണം. നമ്മുടെ പ്രവാസം മാറ്റിയെടുക്കാൻ. നമ്മുടെ വയറ്റിനകത്തൊരു മുഴ വന്നാൽ ആ ചവ് ഇട്ട് കളയണമെങ്കിൽ കണ്ടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കളയുന്ന പോലെ ദൈവം നമ്മുടെ പ്രവാസം മാറ്റുവാൻ തക്കൊണ്ടൊരു നടത്തിപ്പിനെ ചിലപ്പോൾ തന്നിരിക്കും. എവിടെ എഴുതിയിരിക്കുന്നത്? വിലാപങ്ങളുടെ പുസ്തകം 2:14 വായിച്ചേ. വിലാപങ്ങൾ 2:14. നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം ഭോഷത്വം. നിങ്ങൾ വരുന്ന വേലക്കാരായാലും വിശ്വാസം ഒരു കാര്യം ഓർത്തോണം. നിങ്ങൾക്ക് മാധുര്യമേറിയത് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തോണമുള്ള നടത്തിപ്പല്ല നമുക്ക് ആവശ്യം. അത് നിങ്ങൾ നരകത്തിലേ കൊണ്ടുപോകത്തുള്ളൂ. അവരിങ്ങനെ പോളിഷ് ഇട്ടുകൊണ്ട് പോകും. ആരെയും പിണക്കരുത്, ആരുടെയും അനിഷ്ടം ഉണ്ടാകരുത്. എല്ലാവരും ഇങ്ങനെ സോപ്പിട്ടുകൊണ്ട് ചില വേലക്കാരുണ്ട്. സൂക്ഷിച്ചോണം. അവർ നശിക്കും, നിങ്ങൾ നശിക്കും. പകരം എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രവാചകന്മാർ വായിച്ച് ദർശിച്ചിരിക്കുന്നു. നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും ദർശിച്ചിരിക്കുന്നു. നിനക്ക് ഭൗമിക അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കിട്ടും, ഇത് കിട്ടില്ല. പ്രോസ്പെരിറ്റി ഗോസ്പൽ. അത് TPM-ലുണ്ട് ഈ അപകടം പിടിച്ചൊരു പരിപാടി. ചില വേലക്കാർക്കുണ്ട്. സഭകളിൽ ചെന്ന് വിശ്വാസികളെ സ്വാധീനിച്ച് സോപ്പിട്ട് അവരിങ്ങനെ കാലം കഴിക്കും. കാരണം ഇത് ഇച്ചിരി കഷ്ടമാണ്. ദൈവത്തിൻ്റെ ആലോചനയും ദൈവ നടത്തിപ്പൊക്കെ പോകണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ഉപേക്ഷിച്ചിട്ട് ചിലരെന്ത് ചെയ്യും? വിശ്വാസികളെ സോപ്പിട്ടുണ്ട് അവരുടെ ചങ്ങാത്തത്തിന് നേരത്തെ പറഞ്ഞ പോലെ പ്രേമം അന്വേഷിക്കേണ്ടതിന് പോകും. അത് അപകടമായിട്ടോ. അവസാനം ദൈവം നിങ്ങളെ കൈവിടും. നിങ്ങൾ പരിതാപത്തിലാണ്. അത് സംഭവിക്കാതിരിക്കാൻ നാം ഈ നാളിൽ ദൈവത്തോട് പറ്റിയിരിക്കുക. യോശുവയും കാലേബും ദൈവത്തോട് പറ്റിയിരുന്ന പോലെ നാം ദൈവത്തോട് പറ്റിയിരിക്കുക. ജീവിതത്തെ നമ്മളൊന്നുകൂടെ ക്രമീകരിക്കുക. നമുക്കെന്ത് ചെയ്യണം? കർത്താവിൽ നിന്നൊരു അനുഗ്രഹം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാ നമ്മുടെ മേൽ വരണം. വീണ്ടും നഗരം പണിയപ്പെടണം. യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ മാറണം. ദാനിയേൽ 9:2 വായിക്കുമ്പോൾ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ മാറുമെന്ന് അവിടെ കാണുന്നുണ്ട്. 9:2 വായിച്ചു.
9:2 9:25 വായിക്കാം. 9 ദാനിയേൽ 9:2 9:25. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടത്തിൽ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ. ശൂന്യാവസ്ഥ തീരും. അതുകൊണ്ട് 70 വർഷത്തിന് ശേഷം യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ തീർന്നെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ ശൂന്യാവസ്ഥയും പ്രവാസവും മാറാൻ പോവുകയാണ്. വീണ്ടും യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ പോവുകയാണ്. 5:25 വായിച്ചു 9:25. കൽപ്പന പുറപ്പെട്ട മുതൽ അപ്പോൾ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് നടന്നിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ അതിനകത്താക്കും, ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ നഗരത്തിൽ താമസിക്കുന്ന സുഖജീവിതത്തിലും സന്തോഷത്തിലൊക്കെ അധികം പോകുന്നവരെല്ലാം, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. അവരെ ദൈവം വീണ്ടും വയലിലേക്ക് കൊണ്ടുവരും. ഒരു ദൈവികമായ ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രവാസത്തിൽ വിടും. അത് ശാരീരിക കഷ്ടമായിരിക്കാം, സാമൂഹിക കഷ്ടമായിരിക്കാം, മാനസിക കഷ്ടമായിരിക്കാം, സാമ്പത്തിക കഷ്ടമായിരിക്കും. എങ്ങനെയായാലും അവരെ ആ പ്രവാസത്തിൽ കൂടെ കിടത്തി കൊണ്ടുവന്ന് അവരെയും എളിയവരാക്കും. എന്നാൽ ഇപ്പം തന്നെ ആ എളിമത്തത്തിൽ ജീവിക്കുന്നൊരു കൂട്ടമുണ്ട്. യിരെമ്യാ പ്രവചനം 39:10-12 വായിക്കാം. ഇപ്പോൾ തന്നെ ഈ ഉപദേശങ്ങളിൽ ജീവിക്കുന്ന കുറേ വേലക്കാരും വിശ്വാസികളും എല്ലായിടത്തും ഉണ്ട്, പെന്തിക്കോസുകാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ബാധകമല്ല. പക്ഷേ വീണ്ടും ഒരു കൂട്ടരെ രക്ഷയിലേക്ക് നടത്താമോ, വീണ്ടും ആഗ്രഹിച്ചാൽ ആ സ്ഥാനത്ത് ദൈവം എത്തിക്കും. അവർക്കാണ് ഇപ്പോൾ ഈ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. കാരണം 3 കൂട്ടരുണ്ട് സഭയിൽ. ഒന്ന് എപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാണ്. അവർക്ക് ഈ പ്രസംഗമൊന്നും വലുത് ആവശ്യമില്ല. മനസ്സിലായോ? 3 കൂട്ടരുണ്ട്. ആദ്യത്തെ കൂട്ടരെ വിശ്വാസികളും വേലക്കാരിലും അവരെപ്പോഴും ദൈവത്തോടു കൂടെ നടക്കുന്നവരാണ്. അതിനൊക്കെ കാലേബിനെ പോലെയും യോശുവയെ പോലെയും. പിന്നെ അവർ കൂട്ടായ്മയ്ക്ക് വന്നാലും ഇവിടെ ഉണ്ടേലും വചനം കേട്ടാലും ഇല്ലേലും സഭ പിന്മാറിയാലും ഹബക്കൂക്ക് പറയുന്ന പോലെ ഞാൻ യഹോവയിൽ സന്തോഷം ജീവിച്ചോളൂ. അവരെ ഒരു കാലത്തും ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വേറൊരു കൂട്ടര് നിത്യനാശത്തിലേക്ക് പോകുന്നവരുണ്ട്. അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇടയ്ക്കൊരു കൂട്ടരുണ്ട്. പരിശ്രമിച്ചാൽ ചില അധ്യാപകർ പറയത്തില്ലയോ, നീ ഒന്ന് പരിശ്രമിക്കാമെങ്കിൽ കടന്നു പോകും ഇല്ലയോ. നീ വിചാരിച്ചാൽ ആ സ്റ്റേജിലുള്ളവർക്കാണ് പ്രിയരെ ഈ ഉപദേശവും നടത്തിപ്പോക്കുക. അല്ലാതെ ആദ്യത്തെ കൂട്ടർക്കും വേണ്ട, 2-ാം കൂട്ടർക്കും വേണ്ട. നിങ്ങൾ 2-ാമത്തെ കൂട്ടരാണെങ്കിൽ തീരുമാനിച്ചു വീണ്ടും നിങ്ങൾ എളിയവരായി തീരണം. വൈസ് നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെ പ്രവാസത്തിൽ കൊണ്ടുപോയപ്പോൾ ആ ദേശത്തിൽ ഒന്നുമില്ലാത്തവരുടെ മനുഷ്യരുണ്ട്, എളിമപ്പെട്ടവർ. അവർക്കിതൊന്നും വലിയ വിഷയമല്ല. കസേരയും വേണ്ട, സ്ഥാനവും വേണ്ട, മാനവും വേണ്ട. അവരറിഞ്ഞ സത്യത്തിൽ ദൈവത്തെ വിളിച്ച് മര്യാദയ്ക്ക് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി ജീവിച്ചു പോകുന്ന എളിയവരായ ജനം. അവരെന്ത് ചെയ്തു നോക്കണം, വായിച്ച്. എളിയവരെ അകമ്പടി നായകൻ പാർപ്പിച്ചു. നോക്കണം, അവരവിടെ യഹൂദ ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമൊരു ദേശമാണ്. ഈ എളിമപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി താമസിച്ചു. അവിടെ താമസിച്ചവന്മാരെല്ലാം ചത്തൊടുങ്ങി, എല്ലാം പ്രവാസത്തിലും പോയി. ഇനി ആ സ്ഥലം നിങ്ങൾക്കാണ്, എളിയവർക്ക് വേണ്ടി. എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. അവരാണ് ഈ ലോകം സ്വതന്ത്രിക്കാൻ പോകുന്നത്. 1000 വർഷഭരണം അവർക്കാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 14:30-32 വായിച്ചു. അവിടെ എന്താ വായിക്കുന്നത്? എളിയവരിൽ ആദ്യജാതന്മാർ. വായിക്കാം. യെശയ്യാ 14:30-32. എളിയവരുടെ ആദ്യജാതന്മാർ എളിയവരുടെ ആദ്യജാതന്മാർ മേയും ദരിദ്രന്മാർ നിർഭയമായി കിടക്കും. പൂർ ഓഫ് ഹിസ് പീപ്പിൾ, അവരിൽ താഴ്മയുള്ള മനുഷ്യർ, എളിമത്തുള്ള മനുഷ്യർ. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ടും മരിക്കുമാറാക്കും. എന്നാൽ ഒരു കാര്യം, ഈ ദർശനം നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ വേരിനെ ക്ഷാമം കൊണ്ട്. എന്താ വേര്? മനുഷ്യൻ്റെ പേരെന്തുവാ? ഉപ്പൂറ്റിയുടെ താഴെ വേരുണ്ടോ? ഇല്ലല്ലോ. പേര് തലയ്ക്കാത്ത ഡിസയർ, അംബീഷൻസ്, തോട്ട്സ്, ഇതെല്ലാം മനസ്സിലുണ്ടാകും. അപ്പോൾ നമ്മുടെ ഡിസയറും അംബീഷൻസും തെറ്റായി പോകുന്നതുകൊണ്ട് അതെല്ലാം ദൈവം ഉണക്കിക്കളയും. ക്ഷാമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുത്തി ഉണക്കിക്കളയും. എനിക്കൊരു വേരുണ്ടായിരുന്നു. സുവിശേഷ വേല വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഇതിനകത്ത് കുറേ വേരുണ്ടായി. അപ്പം ദൈവത്തിന് മനസ്സിലായി ഇതിവന് വേണ്ട. അപ്പോൾ ദൈവം തലയ്ക്കകത്ത് ട്യൂമറുണ്ടാക്കി. 2013 കണ്ണൂരിലിരിക്കുമ്പോൾ ട്യൂമർ, ക്യാൻസർ. ഈ ക്യാൻസർ കയറി പിടിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരുപക്ഷെ ചിലർ കണ്ടു കാണും. ഇതങ്ങോട്ട് കറുത്ത്, എൻ്റെ മുഖമെല്ലാം കരിക്കട്ടേക്കാൾ കറുത്ത്. നോക്കണം, ഇതിനകത്തെല്ലാം എന്തോ കത്തിയിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഭൂമി അതിൻ്റെ പണികളും വെന്തു പോകുമെന്ന് പറഞ്ഞ പോലെ
ആ സമയങ്ങളിൽ എൻ്റെ ഇവിടെയുള്ള കറുത്ത് കരിവാളിച്ചിങ്ങനെ ഭയങ്കരമായിട്ട്, സാധാരണ കറുപ്പ് മനുഷ്യർക്കുണ്ട്, അതല്ല, കരിക്കട്ടെ പോലെ കറുത്തരിക്കും. ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സാധാരണ രോഗമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രോഗമല്ല, ഇതെന്നെ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ആവശ്യമില്ലാത്ത അറിവെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നതിന് മുമ്പ് ദൈവം എന്നിലുള്ള പാഴുകളെല്ലാം കത്തിച്ച് കളയാൻ പോകും. ആ കത്തിക്കാൻ പോകരുതില്ലേ, അതാണിപ്പോഴും. നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കിയോ, ഇതെല്ലാം മാറും. അന്ന് ഞാൻ പ്രസംഗിച്ച് പറഞ്ഞു, എന്താ, സൂര്യന് ഗ്രഹണം ബാധിച്ചാലും ഒരു സമയം കഴിയുമ്പോൾ അത് വിട്ട് വെളിയിൽ വരും. നിലമ്പൂർ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗം കേട്ട് അനേകർ മാനസാന്തരപ്പെട്ടു. ചെറിയാകുഞ്ഞ് പാസ്റ്റർ ഇങ്ങനെ താഴ്ത്തുന്നെങ്കിൽ ഞങ്ങളൊക്കെ താഴ്ത്തണ്ടെന്ന് പറഞ്ഞ് അനേകർ. അത് താഴ്ത്താനല്ല, നമ്മളിലുള്ളതായ കുറവശങ്ങളും വേണ്ടാത്ത വേരുകൾ, ആവശ്യമില്ലാത്ത ചില ആഗ്രഹങ്ങളും ജഡീയമായ സ്വഭാവങ്ങളൊക്കെ കത്തിച്ച് കളയാൻ. അങ്ങനെ അറിവ്, അതിലേറ്റവും പ്രധാനം ലോകത്തിൻ്റെ അറിവാണ്. അവിടുന്ന് ഇവിടെല്ലാം വായിച്ച് കയറ്റിയ അറിവെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ച് അങ്ങനെയാണ് കരിക്കട്ട പോലെ ആയത്. ഇപ്പോൾ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു ഫോട്ടോ ഞങ്ങൾ കുഹിയുമായി പോയപ്പോൾ എടുത്ത ഫോട്ടോ. എൻ്റെ രണ്ടുപേരുടെ ഇടയിൽ ഞാനിങ്ങനെ ഒരു കരിക്കട്ട പോലെ ഇരിക്കുന്നൊരു മനുഷ്യൻ. ഞാൻ കളയാതെ വെച്ചിരിക്കുക, ഓർമ്മയ്ക്കായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. നമ്മുടെ പ്രവാസകാലം 2-2.5 വർഷക്കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ചുള്ളിയോടി വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി, പത്രാസൊന്നും വേണ്ട, പാവപ്പെട്ടവനെ പോലെ എളിമത്തനെ പോലെ ജീവിച്ചാൽ കർത്താവിന് ഇഷ്ടം അതാണ്. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെയാകുക. നമുക്ക് എളിയവരുടെ ആദ്യജാതന്മാർ നെയ്യും അഹങ്കാരവും നികളവും തൻ്റെടവും പത്രാസും കിരീടവും എല്ലാം താത്തു വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? 32-ാം വാക്യം വായിക്കാം. ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു, ഒരു ദുഷ്ടശക്തിക്കും അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സിയോനെ പയക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയും. അവൾ മലിനമായി പോകട്ടെ എന്ന് വിചാരിച്ചവർ പലരും നശിച്ചാലും അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, പക്ഷെ നീ മാറ്റപ്പെടത്തില്ല. നിന്നെ ശുദ്ധീകരിക്കാൻ ദൈവത്തിനറിയാം. നീ വിട്ടുകൊടുത്താൽ മാത്രം മതി. അവൻ നിന്നെ കഴുകും, ശുദ്ധീകരിക്കും, യഥാസ്ഥാനപ്പെടുത്തും. വീണ്ടും സിയോന്റെ മഹിമയെ നിനക്ക് തരും. നിന്റെ കുളമ്പും കൊമ്പിരുമ്പും ഇരുമ്പ് പോലെയും കുളമ്പ് താമ്രം പോലെ ആക്കി ദേശത്തിൽ നിന്നെ അത്ഭുത വിഷയമാക്കി തരും. യേശു വരാറായി നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയാം. കർത്താവേ, എന്നോട് കഴുകണമേ, നിലവിളിക്കാം. രാത്രിയുടെ യാമങ്ങളിൽ ദൈവസ്ഥനെ നമുക്ക് നിലവിളിക്കാം. ഹല്ലേലൂയാ. താരാമുദിച്ചിടും പൊന്നുഷസിൽ വിശുദ്ധരും വെളിപ്പെടും തേജസ്സിൽ. താരാമുദിച്ചിടും പൊന്നുഷസിൽ വിശുദ്ധരും വെളിപ്പെടും തേജസ്സിൽ. ആസുദിനത്തിൽ പ്രത്യാശയോടെ പ്രിയനേതിരേൽപ്പാനൊരുങ്ങി നിന്നിടന. ആസുദിനത്തിൽ പ്രത്യാശയോടെ പ്രിയനേതിരേൽപ്പാനൊരുങ്ങി നിന്നിടന. പൂർണ്ണതയാം സിയോനിൽ ശോഭിക്കുന്ന ശുദ്ധന്മാർ താതനോടൊത്തവരെന്നുമെന്നോ വാണിടും ഹല്ലേലൂയാ. സൗന്ദര്യപൂർണ്ണതയാം സിയോനിൽ ശോഭിക്കുന്ന ശുദ്ധന്മാർ താതനോടൊത്തവരെന്നുമെന്നും വാണിടും ഹല്ലേലൂയാ. ദൈവത്തിനും ദൈവകുഞ്ഞാടിനോ ആദ്യവളമത് തീർന്നിടുവാൻ. ദൈവത്തിനും ദൈവകുഞ്ഞാടിനോ ആദ്യവളമത് തീർന്നിടുവാൻ. ജീവനെ പകച്ചു കന്യാകത്വമോ ജീവിച്ച വ്രതർ നിൽക്കും സിംഹാസനമുൻപിൽ. ശിവനെ പകച്ചു കന്യാകത്വമോ ജീവിച്ച വ്രതർ നിൽക്കും സിംഹാസനമുൻപിൽ. സൗന്ദര്യപൂർണ്ണതയാം സിയോനെ ശോഭിക്കുന്ന ശുദ്ധന്മാർ താതനോടൊത്തവരെന്നുമെന്നോ
വാണിടും ഹല്ലേലൂയ. സൗന്ദര്യപൂർണ്ണതയാം സിയോനെ ശോഭിക്കുന്ന ശുദ്ധന്മാർ പാപിനോടൊത്തവരെന്നുമെന്നോ വാണിടും ഹല്ലേലൂയ. എത്ര മനോഹരം ഹരം സിയോൻപുര അത്യുന്നതന്റെ നിവാസമത്. എത്ര മനോഹര സിയോൻപുര അത്യുന്നതന്റെ നിവാസമത്. കുഞ്ഞാടമേശുവേ പിന്റെ മെച്ചവരോ നിത്യകാലമയങ്ങു വാസം ചെയ്യുമല്ലോ. കുഞ്ഞാടമേശുവേ പിന്റെ മെച്ചവരോ നിത്യകാലമയങ്ങു വാസം ചെയ്യുമല്ലോ. സൗന്ദര്യപൂർണ്ണതയാം സിയോനെ ശോഭിക്കുന്ന ശുദ്ധന്മാർ പാപിനോടൊത്തവരെന്നുമെന്നോ വാണിടും ഹല്ലേലൂയ. സൗന്ദര്യപൂർണ്ണതയാം സിയോനെ ശോഭിക്കുന്ന ശുദ്ധന്മാർ പാപിനോടൊത്തവരെന്നുമെന്നോ വാണിടും ഹല്ലേലൂയ. സൗന്ദര്യപൂർണ്ണതയാം സിയോനെ ശോഭിക്കുന്ന ശുദ്ധന്മാർ പാപിനോടൊത്തവരെന്നുമെന്നോ വാണിടും ഹല്ലേലൂയ. ഹല്ലേലൂയ. ധീരബലബലബലകസുരാരഭംഷിയാതുരാതുരാതുരാതുരാ. ഹല്ലേലൂയ. മദർ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ സ്നേഹിതർക്ക് പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു.